ദൈവവചന ശുശ്രൂഷ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ, അതിൻ്റെ അനുഗ്രഹങ്ങളും ഗുണഗണങ്ങളും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവരും ഇവിടെ ഇരിക്കുന്നവർ, അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ഓർത്തോളണം, നമ്മുടെ ആത്മീക യോഗത്തിനെല്ലാം കാണുന്ന വശത്തുള്ളതിനേക്കാൾ ഭയങ്കര പ്രവൃത്തികളാണ് കാണാത്ത വശത്ത് നടക്കുന്നത്. ഒരു യോഗം നടക്കുമ്പോൾ കാണുന്ന മേഖലയിൽ ചിലപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കുകയല്ല. ഇതൊരു കൊച്ചു യോഗമാണ്, ഒരു ഗ്രാമീണ അന്തരീക്ഷം നടത്തുന്ന സുവിശേഷ യോഗമാണ്. സ്തോത്രം. വലിയ സെറ്റപ്പ് ഒന്നും കാണുന്നില്ല. ഈ സഭയുടെ കഴിവിൻ്റെ പരമാവധി ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഉച്ചഭാഷിണി, നല്ല പാട്ടുകാർ, നല്ല പ്രഭാഷകർ, നല്ല ക്രമീകരണം എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കാണുന്നിടത്തിരിക്കുന്ന ആളുകളെക്കാൾ, കാണുന്ന ക്രമീകരണങ്ങളെക്കാൾ അപ്പുറമാണ് പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു ആത്മീക യോഗത്തിൻ്റെ പുറകിലുള്ളത്. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, നമ്മുടെ യോഗത്തിനെല്ലാം കാണാത്തൊരു വശമുണ്ട്. ഈ രാത്രി കാണുന്ന വശത്ത് എന്തെല്ലാം പോരായ്മ തോന്നിയാലും കാണാത്ത വശത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അവരിന്ന് രാത്രി സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങണം. ഈ രാത്രികാലം യോഗത്തിൻ്റെ വിജയം ഇരിക്കുന്നത് കാണുന്ന വശത്തല്ല, യോഗത്തിൻ്റെ വിജയം ഇരിക്കുന്നത് കാണാത്ത മണ്ഡലത്തിലാണ്. നമ്മൾ സ്തോത്രം പറയുമ്പോൾ, ഞാനിവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയം, കർത്തൃദാസന്മാർ എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം മുഴുവൻ ഞാൻ ആത്മശക്തിയോടെ എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ ഹൃദയത്തിൽ കിട്ടിയ ദൈവത്തിൻ്റെ ദൂത് പറയുമ്പോൾ, നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും സ്തുതിച്ചാലും ആരാധിച്ചാലും കൈയടിച്ചാലും അന്യഭാഷ പറഞ്ഞാലും നാം ഒന്നിച്ച് ദൈവത്തിൻ്റെ സന്നിധാനം പാടിയും പ്രാർത്ഥിച്ചും മഹത്വപ്പെടുത്തിയും ദൈവത്തെ ഉയർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ, ഈ കാണുന്ന വശത്തിനപ്പുറം സ്വർഗത്തിലെ ദൈവം കാണാത്ത മണ്ഡലങ്ങളിൽ എന്തോ ഭയങ്കര കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, ഈ കാര്യം ഞാൻ ഓർപ്പിക്കുമ്പോൾ അത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങണം. നമ്മുടെ യോഗത്തിന്റെ വിജയം മുഴുവൻ കാണാത്ത വശത്താണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ പരസ്യയോഗത്തിനൊക്കെ എൻ്റെ അപ്പൻ മാനസാന്തരപ്പെടുന്നത് ഇതുപോലത്തെ ഒരു മനോഹരമായ വെള്ളമേക്കട്ടിയുള്ള മൈക്കുകാരും പാട്ടുകാരുമുള്ള ഒരു യോഗത്തിലല്ല. ഒരു ആറ്റുതീരത്ത് സ്നാനം കാണാൻ വേണ്ടി ആരോ നിർബന്ധിച്ചു. കള്ളു കുടിച്ചിട്ട് ലഹരിയിൽ പോയി നിൽക്കുക, മൈക്കില്ലാതെ വെള്ളത്തിലിറങ്ങി നിൽക്കുക ഒരു കർത്തൃദാസൻ. ആ ദൈവദാസൻ സ്നാനം എന്താണ്, സ്നാനം ആർക്കാണ്, സ്നാനത്തിന്റെ അർത്ഥം എന്താണ്, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് കരയിൽ തടിച്ചുകൂടി ആളുകൾക്ക് വേണ്ടി രണ്ട് കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് മദ്യലഹരിയിലായിരുന്ന എൻ്റെ പിതാവിന് പരിശുദ്ധാത്മാവ് കയറി പിടിച്ചു. അന്ന് അദ്ദേഹം മാനസാന്തരപ്പെട്ടു. ആ ഒരു വലിയ വഴിത്തിരിവാണ് ഇന്ന് രാത്രി എന്നെ ഇവിടെ ഒരു ദൈവദാസനായി കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ക്രമീകരണം ഇല്ലെങ്കിലും, ആരും സ്തോത്രം പറയാനില്ലെങ്കിലും, എല്ലാവരും വിമർശിക്കാനും ആക്ഷേപിക്കാനുള്ളെങ്കിലും പരിശുദ്ധാത്മാവിന് ചെയ്യാനുള്ളത് ചെയ്യേണ്ടിടത്ത് ചെയ്യുമെന്ന് ഇന്ന് രാത്രി ഞാൻ ഈ അനുഗ്രഹീത സ്ഥലത്ത് പറയുമ്പോൾ, അത് വിശ്വസിക്കുന്ന ദൈവമക്കളും കർത്തൃദാസന്മാരും എങ്ങനെയാണോ ആ വിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുന്നത്, ആത്മാർത്ഥതയോടെ, ആവേശത്തോടെ, ദൈവശക്തിയോടെ വിശ്വസിക്കുന്നെങ്കിൽ അത് ഈ പരസ്യ സ്ഥലത്ത് ആത്മനിറവോടെ പറയണം. അതങ്ങനെ പ്രതികരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നതെല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കാണാത്ത പലതും നമ്മളോട് ദൈവം ചെയ്യാൻ പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവം ചെയ്യുന്നുണ്ട്. ഈ യോഗത്തിന് നിശ്ചയമായി ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ടൊക്കെ വരുന്നത് ഇന്നോ നാളെയൊന്നും അല്ല. സ്തോത്രം. ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കും. ഞാനതെൻ്റെ ഒരു നല്ല തെളിവ്, ഞാൻ പറഞ്ഞല്ലോ ബൈബിളിൽ നിന്ന് പറയാൻ എനിക്കറിയത്തുള്ളൂ. സ്തോത്രം. നല്ല തെളിവ്, ഞാൻ ഈ പറഞ്ഞതിൻ്റെ നല്ലൊരു തെളിവ്, കാണാത്ത മണ്ഡലത്തിൽ ദൈവം ചിലത് ചെയ്യുമെന്നതിനെക്കുറിച്ച് നല്ലൊരു തെളിവ് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ കുറിവാക്യം വായിച്ച വിഷയത്തിലേക്ക് വരാം. സ്തോത്രം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കർത്താവായ യേശു ക്രിസ്തു വളരെ സഡൻലി, വളരെ പെട്ടെന്ന്, സ്തോത്രം, അപ്രതീക്ഷിതമായിട്ട് ആരോടും ആലോചിക്കാതെ, എൻ്റെ കർത്താവിനൊരു കാര്യം നടത്താൻ ആരോടും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ, ആലോചിക്കാതെ 70 പേരെ തെരഞ്ഞെടുത്തൊരു സംഭവം ലൂക്കോസ് 10-ാം അധ്യായത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. 70 പേരെ തെരഞ്ഞെടുത്തു അപ്രതീക്ഷിതമായി. 12 അപ്പോസ്തലന്മാർ കെടികെട്ടി നിൽക്കുമ്പോൾ തന്നെ, സ്തോത്രം, എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട്, സ്തോത്രം, ചിലപ്പോൾ അവരെ അസൂയാത്മാക്കളാക്കിക്കൊണ്ട് യേശുക്രിസ്തു 70 പേരെ അൺഒഫീഷ്യലി പെട്ടെന്ന് എവിടെ നിന്നൊക്കെയോ കൂടി വന്നവരിൽ 70 പേരെ തെരഞ്ഞെടുത്തു. എന്നിട്ട് അവർ ഈരണ്ടായിട്ട് കർത്താവിന് ചെല്ലാനിരിക്കുന്ന പട്ടണങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് ഈരണ്ടായിട്ട് അയച്ചു.
അവർ രണ്ടുപേരായി പോയിട്ട് തിരിച്ചു വന്ന കാര്യം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലായിരിക്കാം. ഞാനിപ്പോൾ അത് സ്തോത്രം ഈ പുൽപ്പിറ്റിൽ നിൽക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ട് കുറിവാക്യം വായിക്കാൻ ദൈവാത്മാവെന്നെ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുക. 10-17 അവിടെ എഴുതിയിരിക്കുന്നത്, പോയവരെല്ലാം മടങ്ങി വന്നു. പോകാൻ നേരത്തെ യേശു പറഞ്ഞയച്ചത് ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നെന്നാണ്. സ്തോത്രം. അവർ തിരിച്ചു വന്നത് കേട്ടോളേ, എങ്ങനെ അയച്ചത്? ചെന്നായ്ക്കട നടുവിൽ കുഞ്ഞാടിനെ പോലെ. ഞാൻ ആ ഭാഗം ഓർക്കുമ്പോഴൊക്കെ കർത്താവിനെ ഒത്തിരി സ്തുതിക്കാറുണ്ട്. കാരണം ചെന്നായ്ക്കട നടുവിലേക്ക് തൻ്റെ കുഞ്ഞാടുകളെ അയക്കാൻ തൻ്റെ ഇടമുള്ളൊരു ഇടയനുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. യേശു പറഞ്ഞയച്ചു, ചെന്നായ്ക്കട നടുവിലേക്കാണ്, നിങ്ങൾ കുഞ്ഞാടുകളാണ് അയച്ചു. എന്നിട്ട് അവർ തിരിച്ചു വന്നതാണ് എന്നെ അമ്പരപ്പിച്ചതും ആശ്ചര്യപ്പെടുത്തിയതും. എങ്ങനെ തിരിച്ചു വന്നത്? 17-ാമത്തെ വാക്യം നിങ്ങൾ ബൈബിൾ തുറന്നായിരിക്കുന്നെങ്കിൽ വായിക്കണ്ട, ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലതാണ്. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ചെന്നായ്ക്കട നടുവിൽ പോയ കുഞ്ഞാടുകൾ തിരിച്ചു വന്നത് ചെന്നായി കടിച്ചും മൂക്ക് മുറിഞ്ഞും കൈ കടിച്ചെടുത്തും ചോരയൊലിപ്പിച്ചും ചെവി കടിച്ചു പറിച്ചും അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടും പഞ്ചറൊട്ടിച്ചും അല്ല. സ്തോത്രം. യേശു അയച്ച കുഞ്ഞാടുകൾ ചെന്നായ്ക്കളുടെ നടുവിൽ പോയിട്ട് തിരിച്ചു വന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഈ ഭാഗം ഇവിടെ പറയുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഈ പന്തലിന് കീഴോ ഈ പരിസരത്തോ ആത്മാർത്ഥതയോടെ വചനം കേൾക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പറയാം, സ്വർഗത്തിലെ ദൈവം നിന്നെ അയച്ചാൽ അവൻ ഉത്തരവാദിത്വമുണ്ട്. നിന്നെ വിളിച്ചാൽ ഉത്തരവാദിത്വമുണ്ട്. ആ വിളിയുടെ പുറകിൽ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കണ്ണുകൾ ഉണ്ടാകും. പോയിട്ട് അവരെ സന്തോഷത്തോടെ മടക്കി വരുത്താൻ കരുത്തുള്ളവനാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അതല്ല പറയാൻ വന്നത് സ്തോത്രം, ആത്മമണ്ഡലത്തിൽ കാണാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ്. എന്നിട്ട് അവർ വന്നിട്ട് സന്തോഷത്തോടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ സ്തോത്രം, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. ഭൂതങ്ങൾ, സ്തോത്രം, വളരെ എക്സ്ക്ലൂസീവായിട്ട്, വളരെ ആശ്ചര്യജനകമായിട്ട് അവർ പറഞ്ഞത് അങ്ങനെയാണ്. എന്തുകൊണ്ട് അവരങ്ങനെ പറയാൻ കാരണം? മാനവ ചരിത്രത്തിൽ അന്ന് വരെ ഭൂതങ്ങൾ ആർക്കും കീഴടങ്ങിയിട്ടില്ല. പഴയ നിയമത്തിലും ഭൂതങ്ങളുണ്ടായിരുന്നു. ദാവീദ് കിന്നരം വായിക്കുമ്പോഴൊക്കെ ശൗലിൻ്റെ ഭൂതം ഒന്ന് ഒതുങ്ങുമായിരുന്നു, അടുത്ത ആഴ്ച പിന്നെയും വരുമായിരുന്നു. പക്ഷേ സ്തോത്രം, മനുഷ്യ ചരിത്രത്തിൽ അന്ധകാര ശക്തികളെ കീഴ്പ്പെടുത്താൻ സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നിട്ട് കർത്താവ് ചിലർക്ക് അധികാരം കൊടുത്തു. അവിടെ എഴുതിയിട്ടുണ്ട്, മനുഷ്യർക്ക് ഈ അധികാരം കൊടുത്ത ദൈവത്തെ സ്തോത്രം ആളുകൾ പുകഴ്ത്തിയെന്ന്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു ആ അധികാരം നിലനിൽക്കുന്നുണ്ട്. എത്ര ശക്തമായ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ സ്തോത്രം നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബങ്ങൾക്കോ സഭയ്ക്കോ എതിരെ നിന്നാലും കർത്താവ് അധികാരപ്പെടുത്തിയ അധികാരത്തെ ഈ രാത്രികാലം സ്വർഗസ്ഥനായ ദൈവം ആ അധികാരത്തിൻ്റെ വ്യാപാരത്താൽ ചിലതിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ വ്യാപാരം ഇന്ന് രാത്രി ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കട്ടെ. അങ്ങനെ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ രാത്രി കേട്ടിരിക്കുന്നതിനേക്കാൾ പ്രാപിച്ചെടുത്ത് സംഭവിക്കാൻ വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ തയ്യാറാകണം. അതുമല്ല ഞാൻ പറയാൻ വന്ന വിഷയം. സ്തോത്രം. പറഞ്ഞു വരുമ്പോൾ ചുരുള് നിവരുമ്പോൾ ഓരോരോ ദൂതുകൾ പറഞ്ഞു വരുന്നുള്ളൂ. പക്ഷെ ഞാൻ പറയാൻ വന്ന വിഷയം ഇതാണ്. കർത്താവിനോട് അവർ പറഞ്ഞു സന്തോഷത്തോടെ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. അപ്പോൾ യേശു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. യേശു ഇവിടെ പറയുന്നു, ഞാൻ കണ്ടു. എന്ത് കണ്ടു? സാത്താൻ മിന്നലുപോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ ഓർത്ത് നോക്കേ, നിങ്ങൾക്കത് കേട്ടിട്ട് ഒന്നും തോന്നിയില്ലേ? ഞാനെന്ത് ഗ്രഹിച്ച നാളിൽ ഇരുന്നിടത്തുനിന്ന് താഴെ ഇറങ്ങി മുട്ടുകുത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു. എൻ്റെ കാരണം എന്താ? സ്തോത്രം. 70 പേര് കണ്ടത് ഭൂതങ്ങൾ വിട്ടുപോയതാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചർച്ചിലൊക്കെ സ്തോത്രം ഭൂതോപദ്രവവും പ്രയാസമൊക്കെ ഉണ്ടായ കാലത്ത് ഉപവാസം പ്രാർത്ഥനയൊക്കെ നടക്കും. പണ്ട് കാലത്ത് അധികാരമുള്ള കർത്തൃദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ ദുരാത്മാക്കളൊക്കെ വിട്ടുപോകുമായിരുന്നു. ആളുകൾക്കൊരു കാഴ്ചയായിരുന്നു. സ്തോത്രം. അങ്ങനെ അശുദ്ധാത്മാക്കൾ ബാധിച്ചവരൊക്കെ പല വിധത്തിൽ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതല്ലല്ലോ ഇന്ന് രാത്രി നമ്മളിവിടെ ഉയർത്തേണ്ടത്. സ്തോത്രം. പക്ഷേ സ്തോത്രം, അത് കാണാൻ പറ്റിയേക്കാം. പക്ഷേ കർത്താവ് കണ്ടത് ഭൂതങ്ങൾ വിട്ടുപോകുന്നതല്ല, അവർ കാണാത്തൊരു സംഭവം നടന്നു.
അതെന്താ? ഇവര് പോയപ്പോൾ യേശു ഒരിക്കലും കള്ളം പറയുകയല്ല. കർത്താവ് കൈയടിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യവും കൂട്ടി പറയുന്നവനല്ല. യേശു പറഞ്ഞെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 2 പേർ വീതം ഒരു ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ അന്ധകാര ശക്തികൾ സിംഹാസനമിട്ടിരുന്ന ആ സിംഹാസനത്തിൽ നിന്ന് സാത്താൻ മിന്നല് പോലെ താഴെ വീണെന്ന്. ഹല്ലേലൂയ. കാണാത്ത വശം ഇന്ന് രാത്രിയിലും വിശ്വസിക്ക്. ഇവിടത്തെ ഈ സഭയോടൊരു യോഗം നടത്താൻ പറഞ്ഞപ്പോൾ, ഇതിൻ്റെ നോട്ടീസ് അടിച്ചപ്പോൾ, വീടാന്തരം ഇത് കൊടുത്തപ്പോൾ, ഇതിൻ്റെ പബ്ലിസിറ്റി നടന്നപ്പോൾ, ഇതിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസം യോഗം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്തപ്പോൾ, ദൈവദാസന്മാർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, ഈ കാണുന്നതല്ല, ഇതിനപ്പുറം ഈ ദേശത്ത് വ്യാപരിക്കുന്ന, കുടുംബങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന സത്യത്തിന്റെ പൊരുൾ തിരിഞ്ഞിട്ടു മുന്നോട്ട് വിടാതെ വണ്ണം തടഞ്ഞു വെച്ചിരിക്കുന്ന അന്ധകാര ശക്തികളുടെ പിടിപിടിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ പരിപാടികൾ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞോളൂ. ഈ രാത്രികാലം അത് സംഭവിക്കണം. നമുക്ക് 4 പ്രസംഗത്തേക്കാൾ അത്ഭുതകരമായി ദൈവത്തിന്റെ ചില പ്രവർത്തികൾ നടക്കാൻ. അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് 1-2 മിനിറ്റ് കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ രാത്രി, കർത്താവെ, ഞങ്ങൾ വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സ്തോത്രം. പുനലൂരുകാർ എത്രയോ പ്രസംഗങ്ങൾ കർത്തൃദാസൻ പാസ്റ്റർ ജെയിംസ് ജോർജ് ഓർപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ വെല്ലിപ്പച്ചന്റെ കാലം മുതൽ സ്തോത്രം എത്രയോ ഗംഭീര പ്രസംഗങ്ങൾ കേട്ട നാടായത്. ഇന്ന് രാത്രിയിലും സുവിശേഷം പറയുന്ന കൂടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനെതിരെ ഞാൻ ഈ പന്തലിന് കീഴെ ഇരിക്കുന്നവരെ മാത്രമല്ല കാണുന്നത്, ആരൊക്കെയോ ആഗ്രഹിച്ചിട്ടും ഇവിടെ വരാൻ പറ്റാതെ പോയവരുണ്ട്. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. മനസ്സുകൊണ്ട് കൊതിച്ചിട്ടു ഇവിടെ വരാൻ പറ്റാതെ പോയവർ. ഹല്ലേലൂയ. അവരോട് കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, തടസ്സങ്ങളെ മതിൽ പൊളിയുന്നത് പോലെ പൊളിച്ചു കളഞ്ഞിട്ട് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് സാധിപ്പിച്ചു തരുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി നാടിനോട് പറയാൻ പരിശുദ്ധാത്മാവെന്നെ പ്രേരിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി സ്വർഗം ചിലരോട് പറയുന്നു, പേടിക്കണ്ട, പേടിക്കണ്ട. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മേഖലയിൽ സ്വർഗത്തിലെ ദൈവം ചില ചരടുകൾ അഴിച്ചു കളയുന്നത് പോലെ, മതിലുകൾ പൊളിച്ചു കളയുന്നത് പോലെ, ചില രേഖകൾ മായിച്ചു കളയുന്നത് പോലെ ആത്മാവിൽ ഇന്ന് രാത്രികാലം വർഷങ്ങളോളം പഴക്കമുള്ള സിംഹാസനമിട്ടിരുന്നത് പോലെ അധികാരപ്പെട്ടിരുന്ന നിന്റെ കുടുംബത്തിനോ കുടുംബജീവിതത്തിനോ പുറകിൽ, നിന്റെ തലമുറയുടെ പുറകിൽ അധികാരപ്പെട്ടിരുന്ന ചില വിഷയങ്ങളെ ഇന്ന് രാത്രി ദൈവമക്കൾ ഒന്നിച്ച് സന്തോഷത്തോടെ നിങ്ങൾക്ക് ലഭിച്ച ഇൻസ്പിറേഷൻ അനുസരിച്ച് ആത്മാവിൽ സ്തുതിക്കുമ്പോൾ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. വിശിഷ്യാൽ ഇവിടുത്തെ സഭ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ വലിയ ഉണർവിലേക്ക്, വലിയ വിടുതലിലേക്ക് കർത്താവ് നയിക്കുമെന്നുള്ള വിചാരത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ആ അകമഴിഞ്ഞിന്ന് രാത്രിയിലെ പ്രസംഗത്തിൽ ഇവിടെ എന്ത് നടക്കുമെന്ന് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അത് മറ്റൊന്നുമല്ല, പ്രഥമ ദൃഷ്ടിയ ഒന്നും കണ്ടില്ലെങ്കിലും നിരാശപ്പെടരുത്. കാണാത്ത മണ്ഡലത്തിൽ ചിലത് നടക്കുന്നുണ്ട്. സ്വർഗം അത് ഇവിടെ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഈ പരിസരത്ത് എവിടെയൊക്കെയോ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മേഖലയിൽ ഈ സുവിശേഷ യോഗത്തെ വിജയമാക്കി മാറ്റാൻ ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് അത് ആവശ്യപ്പെട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. യോഗം നാളെ തീർന്നാലും ഏപ്രിൽ മാസം കഴിഞ്ഞാലും സ്വർഗസ്ഥനായ ദൈവമേ, ഈ യോഗത്തിന്റെ പുറകിൽ നടന്ന് ദൈവപ്രവർത്തികൾ അത് നോഹയുടെ കാലത്ത് മഴ പെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നത് പോലെ ഈ പ്രദേശത്ത് അത് സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം, മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവിനെ ഉയർത്താൻ ദൈവം പറഞ്ഞത് ജനത്തെ ബോധിപ്പിക്കാൻ അങ്ങയുടെ അമിത കൃപ ഞാൻ ചോദിക്കുന്ന കർത്താവേ, എൻ്റെ ദൈവം അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമുയർത്തി ദൈവത്തിന് നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ തിടുക്കത്തോടെ ഇന്ന് രാത്രിയിലെ ആത്മീക സന്ദേശത്തിന് ആധാരമായിരിക്കുന്ന വാക്യം റോമാലേഖനത്തിൽ നിന്ന് വായിക്കാനാണ്
പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്നത് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഉച്ചഭാഷണിക്കൂടെ വായിക്കാൻ ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. ദയവായിട്ട് ഈ സമയത്ത് ആ വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബൈബിൾ നിവർത്തുക. വീടുകളിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ദൈവവചനത്തോടും ദൈവത്തോടുമുള്ള ആദരസൂചകമായി നിങ്ങളുടെ ബൈബിൾ എടുത്ത് കയ്യിൽ വെച്ച് ഈ വാക്കുകളൊക്കെ സത്യമാണ്, അതുകൊണ്ട് ബൈബിളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ. മതി, സ്തോത്രം. പൗലോസിന്റെ പ്രൗഢഗംഭീരമായിരിക്കുന്ന ലേഖനമാണ് റോമാലേഖനം. ലേഖനങ്ങളുടെ കവാടമാണ് റോമാലേഖനം. വളരെ ശക്തമായിരിക്കുന്നൊരു പ്രമേയം ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ലേഖനമാണ് റോമാലേഖനം. റോമാലേഖനത്തിൻ്റെ ഉള്ളടക്കം ഇതാണ്: മനുഷ്യൻ ചെയ്ത പാതകം അല്ലെങ്കിൽ പാപം, അത് നിമിത്തം മനുഷ്യനുണ്ടായ അപജയങ്ങളും നഷ്ടങ്ങളും, ഇതെല്ലാം ദൈവം നന്നായി ഗ്രഹിച്ചു. പഴയ നിയമകാലത്ത് ദൈവം തന്നെ കൊടുത്ത നിയമങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും യാഗങ്ങളുമെല്ലാം നൂറ്റാണ്ടുകളോളം ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തം കൊണ്ടും യാഗം കൊണ്ടും മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, സ്തോത്രം, മനുഷ്യൻ്റെ കുറ്റവിമുക്തനാക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ യാഗങ്ങൾ കൊണ്ട് അത് കഴിഞ്ഞില്ല എന്ന് വേദപുസ്തകത്തിൽ തന്നെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നമുക്കെല്ലാവർക്കും, ഈ നാട്ടുകാർക്കും അറിയാവുന്നതുപോലെ, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി, മാനവവർഗത്തിനു വേണ്ടി പരമയാഗമായി തീർന്ന ചങ്കിലെ അവസാന തുള്ളി ചോര വരെയും ഈ ശാപഭൂമിയിലേക്ക് ഊറ്റി ഒഴിച്ച് ജീവൻ നമുക്ക് വേണ്ടി തന്ന് കുരിശിൽ തൻ്റെ സ്വന്തം തോളിൽ തലചായ്ച്ചു മരിച്ചു. യോസേപ്പിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റ് സ്തോത്രം താൻ ജീവിച്ചിരിക്കുന്നു എന്ന് പല ഘട്ടങ്ങളിലായി 500-ൽ പരം ആളുകൾക്ക് ബോധ്യപ്പെടുത്തിയ അനന്തരം സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് കടന്നുപോയിരുന്നു. സ്തോത്രം. അതിനോടനുബന്ധിച്ച് ഈ ഭൂമിയിൽ ഏത് മതത്തിൽപ്പെട്ട, ഏത് ജാതിയിൽപ്പെട്ട, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും സഭാ സമുദായ വ്യത്യാസമില്ലാതെ യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്ന് ഇരിക്കുന്നിടത്തിരുന്ന് വിശ്വസിച്ചാൽ, അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറയാൻ തയ്യാറായാൽ, സ്തോത്രം, റോമാലേഖനത്തിൻ്റെ ഭാഷയിൽ ദൈവം അവനെ സൗജന്യമായി നീതീകരിക്കുന്നു. സ്തോത്രം, സൗജന്യമായി നീതീകരിക്കുന്നു. ഈ നാട്ടിലെ ദൈവവിശ്വാസികളായ നാം എല്ലാവരും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്കാണത്. സ്തോത്രം, ദൈവം മനുഷ്യനെ നീതീകരിക്കുന്നു എന്നത്. സ്തോത്രം, നമുക്കറിയാം, ഒരു വിഷയമൊക്കെ ഉണ്ടായാൽ, സ്തോത്രം, നമ്മുടെ കൊച്ചു സഭയെ പോലൊരു കാര്യമൊക്കെ ഉണ്ടായാൽ നമ്മുടെ ഭാഗം നീതീകരിക്കാൻ വേണ്ടി നമ്മൾ ആരെയൊക്കെ കൂട്ടുപിടിക്കുന്നത്, കോടതിയിലൊക്കെ പോവുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി വക്കീലിനെ പിടിച്ചത് നീതീകരിച്ച് കാര്യം നമ്മുടെ ഭാഗത്ത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി എത്രയോ ഉറക്കം വരാത്ത രാത്രികളെ മാറ്റിവെച്ച് അങ്ങനെ സ്തോത്രം ലക്ഷങ്ങൾ മുടക്കി തെളിവുണ്ടാക്കി എന്തൊക്കെ ചെയ്തെങ്കിലാണ് 5-8 കൊല്ലം കൊണ്ട് കോടതി നീതീകരിച്ച് ഒരുപക്ഷെ പുറത്തു വിടുന്നതെന്നറിയാമോ? സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രികാലം കേട്ടോളണം, ഇതൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയും നമ്മൾ ഗ്രഹിച്ചറിയുന്ന സത്യമാണ്. ഇതൊക്കെ സത്യമായിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം അറിയണം, സ്വർഗീയ കോടതിയുടെ മുമ്പിൽ ഒരു നിമിഷം കൊണ്ട് ഒരു വക്കീലും സാക്ഷിയും ഇല്ലാതെ, ഇടനിലക്കാരനില്ലാതെ, തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ സ്തോത്ര കഴുകൾ പ്രാപിക്കാനും ശുദ്ധീകരണം വരുത്താനും പാപം ഏറ്റുപറയാനും ആര് തയ്യാറാകുന്നു, അവൻ എത്ര കൊടും പാപിയാണെങ്കിലും യേശുവിൻ്റെ രക്തത്തിൽ മറഞ്ഞാൽ സ്വർഗീയ കോടതി അവനെ സൗജന്യമായി നീതീകരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നീതീകരണം, അതിനോടനുബന്ധപ്പെട്ട ഗുണങ്ങൾ, സ്തോത്രം, എത്ര ശ്രേഷ്ഠമാണെന്ന് എഴുതിയിരിക്കുന്നൊരു ലേഖനമാണ് റോമാലേഖനം. സ്തോത്രം. 5-ാം അധ്യായത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്തോത്രം, തൻ്റെ പുത്രൻ്റെ ചോരയാൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് സമാധാനമുണ്ടാകും. സ്തോത്രം. എന്താണ് ആ പദത്തിൻ്റെ, റോമാലേഖനത്തിൻ്റെ ചടുലമായിരിക്കുന്ന ഭാഷ? സ്തോത്രം. ഇതുപോലത്തെ ഒരു വേദിയിൽ തിടുക്കത്തോടെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. അതൊക്കെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന, നിത്യത പ്രതീക്ഷിക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വില കൊടുത്തും ഈ കർത്തൃദാസന്മാരെ കൊണ്ട് ഇതൊക്കെ വാസ്തവത്തിൽ ഇരുന്ന് ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് കേട്ട് ഗ്രഹിക്കേണ്ടതാണ്. അതിന് തൻ്റെ ഇടമുള്ള ആളുകൾ ഈ നാട്ടിലുണ്ടെങ്കിൽ സ്തോത്രം, നിങ്ങൾ ഈ കാര്യത്തെ ഗ്രഹിക്കാൻ, സ്തോത്രം, നിങ്ങളുടെ വീട്ടിലെ മേശയ്ക്ക് അപ്പുറയും ഇപ്പുറം ഇരുന്ന് ഈ കാര്യം ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് ശുഭത ഉണ്ടാകുമെന്ന് ഈ നാട്ടിൽ വന്ന് വചനം പ്രസംഗിപ്പാൻ ദൈവം എന്നെ അയച്ചതുകൊണ്ട് ആരംഭത്തിൽ തന്നെ കൈവർത്തി പറയുന്നു. അതിന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് നന്ന്.
ഒരു പ്രസംഗം കൊണ്ടോ ഒരു സഭയുടെ 2-3 ദിവസത്തെ കൺവെൻഷൻ കൊണ്ടൊന്നും ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. നമുക്കൊരാഗ്രഹം ജ്വലിപ്പിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അതുണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തോട് സമാധാനം എന്നൊക്കെ പറയുന്നത് വലുതാണ്. അവിടേക്ക് കടന്നാൽ എൻ്റെ വിഷയത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും എത്താൻ പറ്റിയല്ല. സ്തോത്രം. ഈ വിഷയം ഏത്? മനുഷ്യനെ ദൈവം സൗജന്യമായി നീതീകരിച്ച് സ്വതന്ത്രനാക്കുന്നു എന്ന വിവരം ലോകത്തോട് അറിയിക്കാൻ ദൈവം ഭരമേൽപ്പിച്ചത് ധന്യനായ പൗലോസ്ലീഹയാണ്. ഇന്നത്തെ പോലെ മീഡിയകളില്ലാത്ത, ടെലിവിഷനോ ന്യൂസ് പേപ്പറുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളൊന്നുമില്ലാത്ത, ശരിക്കും പറഞ്ഞ പ്രിന്റിംഗ് പോലും നന്നായിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ പൗലോസിനെ ദൈവമായ കർത്താവ് ഓർപ്പിച്ചു അല്ലെങ്കിൽ ഏൽപ്പിച്ചു. നീതീകരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യന് സൗജന്യമായി കിട്ടുന്ന ഈ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കണം. വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ അദ്ദേഹം ചെയ്ത കർത്തവ്യ നിർവഹണമാണ് ഒരർത്ഥത്തിൽ റോമാലേഖനമായി നമ്മുടെ കയ്യിൽ കിട്ടിയത്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം എഴുതി വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ്ലി ഏറ്റവും മുമ്പിലുള്ള അനുവാചകർ യഹൂദന്മാരാണ്. കാരണം അവിടെ നിന്നാണല്ലോ അദ്ദേഹം ആരംഭിക്കുന്നത്. അവിടെ നിന്നാണല്ലോ സുവിശേഷം ലോകത്തിൻ്റെ 5 വൻകരകളിലേക്ക് വ്യാപരിക്കുന്നത്. ആ 1-ാം നൂറ്റാണ്ടിൽ എഴുതുമ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ആദ്യത്തെ പകർപ്പ്, ഇതിൻ്റെ ആദ്യത്തെ വായനക്കാർ ആ നാട്ടിലുള്ള മധ്യപൂർവ്വദേശത്ത് മതങ്ങളുടെ മാതാവെന്നറിയപ്പെടുന്ന പരമ്പരാഗത പാരമ്പര്യത്തിൽ ഊറ്റം കൊണ്ടിരിക്കുന്ന യഹൂദ മതത്തിൻ്റെ ആളുകൾ അവരുടെ മുമ്പിലേക്കായിരിക്കും ഇത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ധന്യനായ പൗലോസ് കൂർമ്മ ബുദ്ധിയോടുകൂടെ കാര്യങ്ങൾ എതിരാളിക്ക് പോലും അഭിപ്രായ വ്യത്യാസം വരാത്ത രീതിയിൽ പറയുന്ന കാര്യങ്ങൾ ബോധിപ്പിക്കാൻ തക്കവണ്ണം ദൈവകൃപ ലഭിച്ചയാളും അതിനുവേണ്ടി വളരെ പരിശ്രമിക്കുന്ന ആളായിരിക്കയാൽ യഹൂദന്മാരുടെ മനസ്ഥിതി അറിയാവുന്ന പൗലോസ് പഴുതടച്ചാണ് റോമാലേഖനം എഴുതിയത്. അതിന്ന് രാത്രി ദൈവസഭയ്ക്ക് നമുക്കും ഗുണമായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലരെന്തെങ്കിലും എഴുതിയാലും പറഞ്ഞാലും ആർക്കും പിടികിട്ടിയാല. എന്താ എഴുതിയെന്ന് അറിയല്ല, എന്താ പറഞ്ഞതെന്ന് അറിയാല. എന്നാൽ ഇതൊക്കെ എഴുതിയപ്പോൾ പഴുതടച്ചെഴുതിയതിനായി സ്തോത്രം ചെയ്യുകയാണ്. യഹൂദന്മാരുടെ പ്രത്യേകതകളിൽ ഒന്ന് ഇപ്പം ഇവിടെ യോഗം നടക്കുന്നു, പ്രസംഗം നടക്കുന്നു, ഞാനോ മറ്റൊരാളോ ഒക്കെ ഇവിടെ പ്രസംഗിക്കുന്നു. വളരെ വചന പാണ്ഡിത്യമുള്ള ആളുകളും ദൈവമക്കളും ഒക്കെ വർഷങ്ങളായി അനുഗ്രഹീത ദൈവദാസന്മാരുടെ കൈക്കീഴിൽ വചനം അഭ്യസിച്ച ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. അതുപോലെ സുവിശേഷ യോഗത്തിൽ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഭാരത പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ മലയാളി ക്രൈസ്തവ സമൂഹത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, യോഗത്തിനകത്ത് വന്നിരിക്കുന്ന പ്രഭാഷകൻ എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ആമീനും പറയും, സ്തോത്രം പറയും, എല്ലാം പറയും. പ്രസംഗത്തിൻ്റെ ഇടയിൽ കയറി സാധാരണ ആരും കയറി നിർത്തടോ എന്നൊന്നും നമ്മുടെ ഇടയെന്ന് പറയാറില്ല. സുവിശേഷ വിരോധികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കാര്യങ്ങളെക്കുറിച്ച് ദഹിക്കാത്ത കാര്യങ്ങളോ ഗ്രഹിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ ഇടയ്ക്ക് കയറി ചോദ്യങ്ങൾ ഉന്നയിക്കുക, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക, ഈ വക രീതികളൊന്നും സാധാരണ നമ്മുടെ മുൻവൈരാഗ്യം വെച്ചൊക്കെ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതല്ലാതെ സാധാരണ നമ്മുടെ പ്രഭാഷണ വേദികളിലില്ല. പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ വാട്സാപ്പിലൂടെയൊക്കെ ചിലപ്പോൾ വേറെ പലത് എഴുതി വിട്ടേക്കാം. പക്ഷേ നിൽക്കുമ്പോൾ ഇതൊന്നും പറയുകയില്ല. നന്നായിട്ട് സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് കഞ്ഞിയും കുടിപ്പിച്ച് വണ്ടി കയറ്റി വിടും. പോയി കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ബാക്കി പറയുന്നത്. നമ്മുടെ സ്ഥിതി അതാ. പക്ഷേ യഹൂദൻ അങ്ങനെയല്ല. ചോദിക്കാനുള്ളത് മുഖത്ത് നോക്കി ചോദിക്കും. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതാര് പറഞ്ഞാലും. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊക്കെ ഏതെങ്കിലും വ്യാഖ്യാന പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചതല്ല. ബൈബിളിൽ നിന്ന് തന്നെ ഗ്രഹിച്ചതാണ്. ഞാൻ അതിൻ്റെ തെളിവ് പറയാം. യഹൂദന്മാരുടെ ഇടയിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു ദിവസം വളരെ ശക്തമായി അവർക്ക് വേണ്ടിയിട്ടൊരു വിഷയം പറയുകയാണ്, അവതരിപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ 8-ലാണ് ആ സംഭവം പറഞ്ഞത്. എങ്ങനെയാണ്? പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. ആകാശത്തേക്ക് വെടിവെക്കുന്നത് പോലെ ആരോടൊന്നില്ലാതെ യേശു വിളിച്ചു പറഞ്ഞതല്ല. കർത്താവിനെ കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകൾ, യോഹന്നാന്റെ സുവിശേഷത്തിലെ മിക്കവാറും പേജുകളിലെ ഓഡിയൻസ് എല്ലാം ദേവാലയത്തോട് ചുറ്റിപ്പറ്റിയോ പരീശന്മാരും ശാസ്ത്രിമാരും അടങ്ങുന്ന പ്രൗഢമായിരിക്കുന്ന യഹൂദ സദസ്സിന്റെ മുമ്പിലാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒട്ടുമിക്കവാറും കാര്യങ്ങളെല്ലാം കർത്താവ് പറഞ്ഞവതരിപ്പിച്ചത്. അപ്പൊ യേശുക്രിസ്തുവിന് മുമ്പിരിക്കുന്ന യഹൂദന്മാരാ. അവരെ നോക്കിക്കൊണ്ട്, അവരുടെ തിളങ്ങുന്ന കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ അവരോട് ഇപ്രകാരം പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാലേ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുകയുള്ളൂ. അതിനർത്ഥം ഇവിടെ യേശു ദൈവമാണ്, ദൈവപുത്രനാണ്, സമ്മതിക്കുന്നു. പക്ഷേ താൽക്കാലികമായ ഒരു പ്രഭാഷകൻ എന്ന നിലയ്ക്ക്, അകത്ത് ആത്മാവ് വ്യാപരിക്കുന്ന ഒരു ആത്മീക പണ്ഡിതൻ എന്ന നിലയ്ക്ക് കർത്താവ് തൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളെ വിവേചിച്ചു.
വിവേചിച്ചപ്പോൾ മനസ്സിലായി തന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. അഥവാ അവരിൽ പലരും ബന്ധനസ്ഥരാണ്. ബന്ധനസ്ഥർക്കല്ലേ സ്വാതന്ത്ര്യം ആവശ്യം? ഇത് യേശു തിരിച്ചറിഞ്ഞിട്ട് ആളുകളെ അറിഞ്ഞുകൊണ്ട് യേശു പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ എവിടെയൊക്കെ പോയാലും സ്വാതന്ത്ര്യം കിട്ടിയല്ല, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും സ്വാതന്ത്ര്യം കിട്ടിയല്ല. സ്തോത്രം, ഹല്ലേലൂയ. ആണ്ടിൽ നിങ്ങൾക്ക് 7 പെരുന്നാളുണ്ട്. ആ ദൈവം നിങ്ങൾക്ക് തന്നെ 5 യാഗങ്ങളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആഴ്ചതോറുമുള്ള ശബത്തുണ്ട്. അതുകൂടാതെ ആത്മീയതയ്ക്ക് പൊടിപ്പും തൊങ്ങലും വെക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടെത്തിയ സമ്പ്രദായങ്ങളുണ്ട്. നിങ്ങളുടെ അഭിമാന സ്തംഭമായ യെരൂശലേമിലെ ദേവാലയമുണ്ട്. നിങ്ങൾക്ക് സിനഗോഗുകളുണ്ട്, ന്യായപ്രമാണമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങൾ സ്വതന്ത്രരായിട്ടില്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരണമെങ്കിൽ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാലേ നിങ്ങൾ സ്വതന്ത്രരാകുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഈ ഭാഗം, സ്തോത്രം, മനഃപൂർവ്വമായിട്ട് എൻ്റെ പ്രസംഗത്തിനകത്ത് തുന്നിച്ചേർക്കുകയല്ല. പരിശുദ്ധാത്മാവ് ഈ നാട്ടിൽ പറയാൻ ദൈവം എന്നെ നിർബന്ധിക്കുകയാണ്. അതുകൊണ്ട് ഈ രാത്രികാലം എന്നോട് ദൈവം പറയുന്നു, യഹൂദൻ ദൈവമില്ലാത്തവനല്ല, ആചാരങ്ങളില്ലാത്തവനല്ല, അനുഷ്ഠാനങ്ങളില്ലാത്തവനല്ല, ദേവാലയമില്ലാത്തവനല്ല, ഭക്തിയില്ലാത്തവനല്ല, വഴിപാടുകളില്ലാത്തവനല്ല, പ്രാർത്ഥനയില്ലാത്തവനല്ല, നൊയമ്പില്ലാത്തവനല്ല, സ്തോത്രം, ധ്യാനവും ഉപവാസവും ഇല്ലാത്തവനല്ല. ഇതൊക്കെ ഉണ്ടായിട്ട് യേശു പറഞ്ഞു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, എൻ്റെ കയ്യിൽ നിന്ന് പ്രസംഗം വഴുതി പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ വായിച്ചിരിക്കുന്ന വിഷയത്തിലേക്ക് സ്തോത്രം വരാൻ ബുദ്ധിമുട്ടുന്നു. പരിശുദ്ധാത്മാവ് ഈ രാത്രി ആരോടൊക്കെയോ വിളിച്ചു പറയുന്നു. സ്വർഗം എന്നോട് പറയാൻ പറയുന്നു, നിങ്ങൾ സ്തോത്രം അഭക്തരല്ല. നിങ്ങൾ ആരോടെന്ന് എനിക്കറിയില്ല. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരോ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാണാമറയത്തിരിക്കുന്നവരോ ആരോടെന്നില്ലാതെ പറയുന്നു. സ്തോത്രം, ധ്യാനിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും രഹസ്യത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടും ഒന്നും അഴിയാ കുരുക്ക് പോലെ നിങ്ങളിൽ ആരെങ്കിലും അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ യേശു എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും. അതിന്റെ വഴി ഒന്നേ ഉള്ളൂ. സാക്ഷാൽ പുത്രൻ തമ്പുരാൻ സ്വാതന്ത്ര്യം വരുത്തിയെങ്കിൽ ഇനി നിങ്ങൾക്ക് സ്വതന്ത്രരാകാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇത് യേശു അവിടെ പറയുക. ഇത് യേശു പറഞ്ഞപ്പോൾ വൃഥാഭിമാനികളായിരിക്കുന്ന യഹൂദന്മാരുടെ തലപ്പത്ത് നിൽക്കുന്ന പ്രമാണികൾ, അവരാ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തമ്മിൽ പറയാൻ തുടങ്ങി, ഇവൻ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? നമ്മളെക്കുറിച്ചോ? സ്തോത്രം. തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ സദസ്സിൽ ഒരുവൻ എഴുന്നേറ്റ് നിന്ന് തിരിച്ച് പ്രഭാഷകനായി നിൽക്കുന്ന യേശുവിനോട് ചോദിച്ചു, നീ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ അടിമകളല്ല, ഇന്ന് വരെ ആർക്കും അടിമകളായിരുന്നിട്ടില്ല. ഞങ്ങൾക്ക് നീ ഈ പറയുന്ന സ്വാതന്ത്ര്യം വേണ്ട. സ്തോത്രം. നിങ്ങൾ കേട്ടോ? യോഹന്നാൻ 8 പിന്നീട് വായിച്ചാൽ മതി. ഇപ്പം ഇരുന്ന് വായിച്ചാൽ എൻ്റെ പ്രസംഗം നിങ്ങൾ പൊട്ടിച്ച് കളയും. ദൈവത്തെ ഓർത്ത് ഇപ്പം ഇരുന്ന് വായിക്കരുത്. സ്തോത്രം. ഒരു കൊച്ചു പേനയും കൊണ്ടൊക്കെ വരണം യോഗത്തിന് വരുമ്പോൾ. സ്തോത്രം. നല്ല ഉയർന്ന ക്ലാസ്സിൽ കോളേജിൽ പഠിക്കാൻ വരുന്ന പോലെ വരണം. ഇപ്പം ലെക്ചർ നോട്ട് പോലെയൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ വീട്ടിൽ പോയി പഠിക്കണം. സ്തോത്രം. എങ്കിലേ നമുക്കിത് മനസ്സിൽ ഇപ്പം ഇരുന്ന് വായിച്ചാൽ അതും പോകും ഇതും പോകും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ വായിക്കരുത്, നിങ്ങൾ എഴുതി വെക്കുക. വീട്ടിലിരുന്നാണെങ്കിലും എഴുതി വെക്കുക. ബാക്കി നിങ്ങൾ പ്രസംഗം കേൾക്കണേ. സ്തോത്രം. അപ്പം ഇത് യഹൂദന്റെ പൊതു സ്വഭാവമാണ്. മനസ്സിലായില്ലെങ്കിൽ, ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ മറുചോദ്യം ചോദിച്ച് പൊങ്ങി വരും. ഇത് നന്നായി പൗലോസിനറിയാം. അതുകൊണ്ട് നീതീകരണം എന്നൊരു വിഷയം മാനവകുലത്തിന്റെ മുമ്പിലേക്ക് എടുത്തിട്ടാൽ സ്വയനീതി കൊണ്ട് കാര്യം നടത്തി പോകുന്ന ലോകത്തിന്റെ ഏത് കോണിലെ മനുഷ്യനാണെങ്കിലും കുറ്റം സമ്മതിക്കാൻ മനസ്സില്ലാത്ത, തന്നെത്താൻ നീതീകരിക്കുന്ന, അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ല? സ്വയം നീതീകരണം. സ്തോത്രം. ആ നീതി കൊണ്ട് പഴുതടച്ചു പോകുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് ദൈവം ഒരുക്കിയ ദൈവിക നീതി നിങ്ങൾക്ക് ആവശ്യമാണ്. നീതീകരണം പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്ന് ഒറ്റ വാക്കിൽ ഒരു കത്തെഴുതുന്നത് പോലെ എഴുതിയാൽ ഈ വായനക്കാർ വിമർശിക്കും. അവരിതിൻ്റെ ഗുണഭോക്താക്കളായി തീരില്ല എന്ന് പരിശുദ്ധാത്മാവിൽ ഗ്രഹിച്ച പൗലോസ് ആദ്യം മുതൽ പഴുതടച്ചെഴുതാൻ തുടങ്ങി. എന്തുകൊണ്ട് മനുഷ്യന് നീതീകരണം ആവശ്യമായി വന്നു? ഇന്നത്തെ മനുഷ്യൻ്റെ സ്ഥിതി എന്താണ്?
ഈ വക കാര്യങ്ങൾ എഴുതി വരികയാണ്. അങ്ങനെ എഴുതിയ ഒരു 2-3 അധ്യായങ്ങൾ വിഷയാവതരണമാണ്, പ്രശ്നാവതരണം. ഇതുകൊണ്ടാണ് സ്തോത്രം ദൈവത്തിന് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കേണ്ടി വരികയും ഇവിടെ സ്തോത്രം മറ്റു പല മാർഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതുകൊണ്ടൊന്നും നടക്കാത്തതുകൊണ്ട് ഈ നിലവാരത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കേണ്ടി വന്നത് ഇന്നതുകൊണ്ടാണെന്ന് തെളിയിച്ചു വരുന്നതിനിടയിൽ പറഞ്ഞൊരു വാക്യമാണ് ഇവിടെ ഈ രാത്രിയിലെ ആത്മീക സന്ദേശത്തിന് ആധാരമായി വായിക്കാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്. അതാണ് നമ്മൾ വായിച്ചത്. എന്തുകൊണ്ട് മനുഷ്യന് നീതീകരണം ആവശ്യമാണ് എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ വാക്യം, ഞാൻ ഈ പറഞ്ഞ പശ്ചാത്തലത്തിൽ ആ വാക്യത്തെ ഒന്നോട് നോക്കാം. ആളുകൾ ചോദിക്കും, ഞങ്ങൾക്ക് എന്തിനാ നീതീകരണം, ഞങ്ങൾക്ക് നീ പറയുന്ന സംഭവമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ എല്ലാം ഉണ്ട് എന്ന് പറയുന്നറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നും സുവിശേഷം വിളംബരം ചെയ്യുന്നത്. അതുകൊണ്ട് പഴുതടച്ച് കാര്യം ബോധിപ്പിക്കേണ്ടത് സ്തോത്രം ദൈവസഭയുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്വമായിരിക്കാൻ ആ വിശദീകരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന് പൗലോസ് സ്തോത്രം ഗംഭീരമായിരിക്കുന്നൊരു ചോദ്യം ഇട്ടുകൊണ്ടാണ് ആ കാര്യം തട്ടി ഉണർത്തുന്നത്. എന്നെ വളരെ ഗൗരവമായി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ലോമാലേഖനത്തിനൊരു വലിയ കാര്യമാണ് നമ്മുടെ നാട്ടിൽ. ഭയങ്കര പാടായി പ്രസംഗിച്ച് കാര്യം തീർക്കാൻ വേണ്ടി. എളുപ്പം വലിയ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതോ ചെങ്കടൽ പിളർന്നതോ ഏലിയാവ് സ്തോത്ര തീ ഇറക്കിയതൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കാം. നമുക്ക് ശ്വാസം മുടാതെ നാളെ ഞായറാഴ്ചയാണ് സ്തോത്രം, നേരത്തെ പോയി കിടന്ന് ഉറങ്ങാം. പക്ഷേ ദൈവത്തോടും ഇതിൻ്റെ സംഘാടകരോടുമുള്ള ആത്മാർത്ഥത കൊണ്ട് പൊക്കിക്കൊണ്ടുവരാൻ ഭയങ്കര പാടുള്ളതാണ്. ഈ ദേശത്ത് ഇതേ പറയാവൂ എന്ന് ദൈവം എന്നോട് പറഞ്ഞതുകൊണ്ട് സ്തോത്രം നിങ്ങളുടെ പ്രാർത്ഥനയും ശ്രദ്ധയും ഏറ്റവും അധികം ആവശ്യമാണ്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുകയാണ്. കേൾക്കൂ സ്തോത്രം, ഹല്ലേലൂയ. അതിന് ഗംഭീരമായൊരു ചോദ്യം പൗലോസ് അക്കാര്യത്തിൻ്റെ വിശദീകരണത്തിന് എടുത്തിട്ടു. ആരോടൊന്നില്ലാതെ പൗലോസ് ചോദ്യമിടുകയാണ്. ആ ചോദ്യമാണ് നമ്മൾ വായിച്ചത്. ആകയാൽ എന്ത് നമുക്ക് വല്ല വിശേഷതയുണ്ടോ എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്കാണ്. കേൾക്കൂ, ഒരു വലിയ ചോദ്യമാണ്. നമുക്ക് വല്ല വിശേഷതയുണ്ടോ? സ്തോത്രം. വേദപുസ്തക വ്യാഖ്യാതാക്കളും ജീവിതം വേദപുസ്തക വ്യാഖ്യാനത്തിനും പഠനത്തിനും വേണ്ടി മാറ്റിവെച്ച സ്തോത്രം അനുഗ്രഹീതരായിരിക്കുന്ന ഇതിനകത്ത് തന്നെ ജീവിതം ഹോമിച്ച് സ്തോത്രം കാത്തുകെട്ടി വചന പഠിതാക്കളായിരിക്കുന്ന ആളുകൾ എഴുതിയിരിക്കുന്നു. വിശുദ്ധ ബൈബിളിനകത്ത് 3600-ൽ പരം ചോദ്യങ്ങളുണ്ട്. 3600-ൽ പരം ചോദ്യങ്ങൾ. ദൈവം മനുഷ്യനോട് ചോദിച്ചത്, മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചത്, സാത്താൻ മനുഷ്യനോട് ചോദിച്ചത്, മനുഷ്യൻ മനുഷ്യനോട് ചോദിച്ചത്, അങ്ങനെ ചോദിച്ചത് 3600-ൽ പരം ചോദ്യങ്ങൾ. പുതിയ നിയമത്തിനകത്താണെങ്കിൽ ഗംഭീരമായ ചോദ്യങ്ങളാണ്. യേശുക്രിസ്തുവിനോട് മനുഷ്യനും ശിഷ്യന്മാരും കൂടി ചോദിച്ച ചോദ്യങ്ങൾ മാത്രം 4 സുവിശേഷങ്ങൾ വായിച്ചാൽ മതിയല്ലോ. ഞങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നീണ്ട 10-40 വർഷം സർക്കാരിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുകയോ അല്ലെങ്കിൽ അറേബ്യൻ നാട്ടിൽ അറബിക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ നല്ല വിദ്യാഭ്യാസവും നല്ല കഴിവും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആയുസ്സും ആരോഗ്യം ദൈവം തരുവാണെങ്കിൽ, നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ 4 സുവിശേഷങ്ങൾ വായിച്ചിട്ട് കർത്താവിനോട് ചോദിച്ച ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ ചാനും ആൻറ്റിയും കൂടി ഇരുന്ന് വായിച്ചിട്ട് അടിവരയിടണം ആദ്യം. എന്നിട്ട് അതെല്ലാം ഒരു ബുക്കിനകത്തേക്ക് എഴുതണം. പറ്റുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആ ചോദ്യങ്ങളുടെ മാത്രം മറുപടി നിങ്ങളൊരു ബുക്കാക്കാൻ പറ്റുമെങ്കിൽ, ഞാൻ ഇങ്ങനെ പറയാം, ലോക ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലറാകാൻ സാധ്യതയുണ്ട് ആ സംഭവം. കാരണം അതുപോലത്തെ ചോദ്യങ്ങളാണ് യേശുവിനോട് ആളുകൾ ചോദിച്ചത്. ഇന്നത്തെ കാലോചിതമായ ഒരുപാട് മറുപടികളുണ്ട്. ശ്രേഷ്ഠരായ ദൈവദാസന്മാർ പലരും അതിശക്തരായവർ സ്തോത്രം ഇവിടെ ഉണ്ടല്ലോ. പറ്റുമെങ്കിൽ ഞാനൊരു സ്തോത്രം ഒരു ശ്രമം നടത്താൻ, ഒരായുസല്ലേ ഉള്ളൂ, പറ്റുമെങ്കിൽ ശ്രമിക്കാൻ വേണ്ടി സമയമില്ലാത്തതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ സ്തോത്രം എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ സമയമുള്ളവർ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. എഴുതിയാ ഒക്കോ ഇല്ലയോ രണ്ടാമത്തെ കാര്യം. നമ്മളൊന്ന് ശ്രമിക്കുമ്പോൾ ദൈവം സഹായിക്കുക. അത് ആരും മിടുക്കരായിട്ട് ഇവിടെ കയറി വന്നതല്ലല്ലോ. സ്തോത്രം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രസംഗം തുടങ്ങിയത് ഇവരെ പോലുള്ള പ്രസംഗം സ്തോത്രം പതുക്കെ മുറിച്ചെടുത്തോണ്ടാണ്. എന്നിട്ട് ഇത്രയൊക്കെ ആകാൻ പറ്റിയില്ലോ. സ്തോത്രം. ഇപ്പോൾ ഒരു 5 രൂപയുടെ പേനയും 10 രൂപയുടെ പേപ്പറും മേടിച്ച് തുടങ്ങിയാൽ വല്ലതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്തോത്രം. അപ്പോൾ പുതിയ നിയമത്തിൽ യേശുവിനോട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ എത്ര ഗംഭീരമാണെന്നറിയാമോ? അതിൻ്റെ മറുപടി കണ്ടെത്തിയാൽ തന്നെ ഒത്തിരി പേര് രക്ഷപ്പെടും. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒരു 10,000 കോപ്പി അടിച്ചിട്ട് നമ്മുടെ നാട്ടിൽ സൗജന്യമായിട്ട് കൊടുക്കണം. അപ്പം പിന്നെ ഈ നാട്ടിൽ നിന്ന് ആര്, എന്നോട് മറ്റേ കടക്കാരൻ പറഞ്ഞ പോലെ, ആര് നരകത്തിൽ പോയാലും പിന്നെ ആ ചോര നമ്മോട് ചോദിക്കുകയല്ല. കാരണം അറിയേണ്ടതല്ല അതിനകത്തുണ്ടല്ലോ. സ്തോത്രം. കരമുയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നറിയല്ല. ഞാനിപ്പോൾ പ്രസംഗിക്കാൻ വന്നവൻ പ്രസംഗിച്ചിട്ട് പോയാൽ പോരെന്ന് ചോദിക്കരുത്.
പക്ഷെ എൻ്റെ ഹൃദയത്തിലെ ഒരു തുടുപ്പ് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. സ്തോത്രം. 3600 പരം ചോദ്യങ്ങൾ വേദപുസ്തകത്തിൽ, ഘനഗംഭീരമായ ചോദ്യങ്ങൾ. അത് മാത്രം എടുത്ത് പഠിച്ചാൽ ഒരായുസ് കൊണ്ട് പഠിച്ചു തീരുകയല്ല. അതിലൊരു വലിയ ചോദ്യമാണ് ഈ ചോദ്യം. എന്താ ചോദിച്ചത്? ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? റോമാലേഖനത്തിനകത്താണ് ഈ ലേഖനം. റോമാ സഭയ്ക്ക് എഴുതിയതാണ്. അത് പിന്നെ കാനോനികമായി നമ്മുടെ കൈ കിട്ടി. അതൊക്കെ ഞാൻ വിശദീകരിക്കണ്ടല്ലോ, സഭയ്ക്കകത്തല്ലല്ലോ പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ നമുക്ക് വല്ല വിശേഷതയുണ്ടോ എന്ന് പൗലോസ് ചോദിച്ചപ്പോൾ സഭയോട് ചോദിക്കുകയാണ്. പൗലോസ് നമുക്കെന്ന് പറയുമ്പോൾ പൗലോസ് ഉൾപ്പെടെയല്ലേ. അപ്പോൾ പൗലോസ് ഉൾപ്പെടെയുള്ള സഭയോടാണ് ഈ പറയുന്നത്. സഭയോട് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്നു ഉരുള എന്ന് മന്ദളത്തോട് പറഞ്ഞെന്ന് പറഞ്ഞ പോലെ, എൻ്റെ അടിയെ നമുക്ക് വല്ല വിശേഷതയുണ്ടോ? ഒരു സ്ഥാനപ്പെട്ടിട്ട് വിശേഷതയില്ല, അന്യഭാഷ പറഞ്ഞിട്ട് വിശേഷതയില്ല, സ്തോത്രം അങ്ങനെയാണോ എൻ്റെ അർത്ഥം? അങ്ങനെ ഗ്രഹിച്ചാൽ വേദപുസ്തകം പിന്നെ ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ സഭ തമ്മിൽ പറയുന്നതല്ല, സഭയുടെ ഭാഗമായി പറയുന്നതല്ല. ആകയാൽ എന്ത് നമുക്ക് വല്ല വിശേഷതയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചോദ്യകർത്താവ് തന്നെ പറയുന്നു, അശേഷമില്ല എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ് യോഗം കഴിയുമ്പോൾ ഇതൊക്കെ പ്രസംഗിച്ചിട്ട് ഒരു വിശേഷതയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ യോഗം നടത്തേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ സഭ തമ്മിൽ പറയുന്നതോ സഭയോട് പറയുന്നതല്ല. പിന്നെ എന്താണ്? പൗലോസിന്റെ എഴുത്തു ഭാഷ മനസ്സിലാക്കണം. ഇവിടെ പൗലോസ് മാനവരാശിയുടെ പ്രതിനിധിയായി നിൽക്കുന്നത്. ഒരു അപ്പോസ്തലനാണ്, കർത്തൃദാസനാണ്, പക്ഷെ ഇവിടെ ജനത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പൗലോസ് സ്തോത്രം മനുഷ്യന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ആ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് വല്ല വിശേഷതയുണ്ടോ എന്ന ചോദ്യത്തിന് നമുക്കെന്ന ഭാഗത്ത് മനുഷ്യന് എന്ന് ചേർത്ത് വായിക്കണം. അപ്പൊ കുറച്ച് ചിത്രം തെളിഞ്ഞു വരുമെന്ന് എനിക്ക് തോന്നുന്നത്. പൗലോസ് ആ ചോദ്യം അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. ആകയാൽ എന്ത് മനുഷ്യന് വല്ല വിശേഷതയുണ്ടോ? ചോദ്യകർത്താവ് തന്നെ പറയുന്നു, അശേഷമില്ല. നീതീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞു വരുമ്പോൾ ഈ ചോദ്യം എടുത്തിട്ടത്. മനുഷ്യന് വല്ല വിശേഷതയുണ്ടോ? അശേഷമില്ല എന്ന് ഞാൻ പറഞ്ഞ് പ്രസംഗം നിർത്തിയാലും പ്രശ്നമാണ്. കാരണം ഒരു വിശേഷത ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ കൊച്ച് എല്ലാത്തിനും A+ മേടിച്ചത് എന്ന് ചോദിച്ച നാളെ ആള് വരും. സ്തോത്രം. അതല്ലെങ്കിൽ ഈ ലോകം ഇത്രയും വളർന്നത്, അത്യാധുനിക യുഗത്തിലേക്ക് എത്തിയത്, സ്തോത്രം, ഇതെല്ലാം ഒരു വിശേഷത ഇല്ലാത്തത് കൊണ്ടാണോ? മനുഷ്യന്റെ വിശേഷതയല്ലേ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം? ശാസ്ത്രം ഇത്രയും വളർന്നത് ഇതെല്ലാം മനുഷ്യന്റെ വിശേഷത കൊണ്ടല്ലേ? അതൊരു ഭാഗം സമ്മതിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനമാണ് മനുഷ്യനെ വിലയിരുത്തുന്നത്. സ്തോത്രം. ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശത്തിന്റെ പൂർണ്ണതയിൽ എത്തിയില്ലെങ്കിൽ നമ്മളും പറയും വിശേഷതയില്ലെന്ന്. നമ്മളിവിടെ സ്തോത്രം 5 കിലോ അരി തിന്നുന്നുണ്ടോ 4 കോഴി ഒരു ദിവസം തിന്നുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം. സ്തോത്രം. പിന്നെയോ ഒരു വസ്തു നിർമ്മിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം നടന്നില്ലെങ്കിൽ അതിൻ്റെ വിശേഷതയില്ലെന്ന് പറയും. ഞാനൊരു ഗ്രാമത്തിലല്ലേ പ്രസംഗിക്കുന്ന, ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ. നമുക്കറിയാം, ഞാനും ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വളരെ കഷ്ടപ്പാടും പ്രയാസവും ആടിനെയും പശുവിനെയും കോഴീനെയൊക്കെ വളർത്തി ജീവിച്ച് ഞങ്ങളെ വളർത്തിയ ഒരു മാതാപിതാക്കളുടെ പശ്ചാത്തലത്തിൽ വന്ന ആളായതിൻ്റെ പേരിൽ ലളിതമായിട്ട് ആ കാര്യങ്ങളെ ചിന്തിക്കാൻ പറ്റും. നിങ്ങൾ ഓർത്ത് നോക്കിയേ, 10 ലിറ്റർ പാല് കറക്കുന്ന പശുവാണെന്നും പറഞ്ഞ് നമ്മൾ പോയി, ഞങ്ങളുടെ നാട്ടിൽ പറയും കറവ കണ്ടു മേടിക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മേടിക്കാൻ വരുന്നയാൾ കറക്കുന്ന സമയത്ത് അവിടെ പോയി നിന്ന് പശുവിനെ കറന്നെടുക്കുമ്പോൾ അളന്ന് കാണിക്കും. 10 ലിറ്റർ പാല് കറവ കണ്ടു മേടിച്ച പശുവാണ്. സ്തോത്രം. 10 ലിറ്റർ പാല് കറക്കുന്ന മനോഹരിയായിരിക്കുന്ന ഒരു പശുവിന് 50,000 60,000 രൂപ മുടക്കി. നല്ല കൊഴുത്ത് തടിച്ചുരുണ്ടിരിക്കുന്ന പശു. ചോദിച്ച പൈസയ്ക്ക് മേടിച്ചുകൊണ്ട് വന്നു, വീട്ടിൽ വന്ന് തൊഴുത്തി കെട്ടി പിണ്ണാക്കും പുല്ലും എല്ലാം കൊടുത്തു. ആദ്യത്തെ ദിവസം നമ്മൾ കറന്നപ്പോൾ 2.5 ലിറ്റർ. അപ്പോൾ നമ്മൾ ആശ്വസിച്ചു, തൊഴുത്ത് മാറി കെട്ടിയത് കൊണ്ടായിരിക്കും, നാളെ ശരിയാവും. അങ്ങനെ നാളെ ശരിയാവും എന്ന് ഓർത്തിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലും ഉണ്ട്. അവരിനി പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോണം. സ്തോത്രം. അടുത്ത ദിവസവും നോക്കി 3 ലിറ്ററായി, അതിൽ കൂടുതൽ വരുന്നില്ല. 5-6 ദിവസം കഴിഞ്ഞപ്പോൾ 4-5 തന്നെ നിൽക്കുവാണെങ്കിൽ പശു അവിടെയുണ്ട്, നിങ്ങളെയും കൂടി തിന്നും. സംഭവം ശരിയാണ്, പശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നല്ല സ്മാർട്ടാണ്. പക്ഷേ
നിങ്ങളോട് ചോദിക്കുക എങ്ങനെയുണ്ട് പശു എന്ന് ചോദിച്ചാൽ പറയും ഒരു വിശേഷതയില്ല. തൊഴുത്ത് നിറഞ്ഞ് നിന്നുകൊണ്ട് കഥയില്ല. എന്തുദ്ദേശത്തോടെ വാങ്ങിച്ചോ അത് നടന്നില്ലെങ്കിൽ വിശേഷതയില്ലെന്ന് നമ്മൾ മുദ്ര കുത്തും. സ്തോത്രം. ബൈബിളാണ് പറയുന്നത്, മനുഷ്യന് വല്ല വിശേഷതയുണ്ടോ? അശേഷമില്ല. സ്തോത്രം. വിശേഷതയില്ല. എങ്ങനെ? അപ്പോഴും വീണ്ടും നമ്മൾ അതിനെ ഗഹനമായി ചിന്തിക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു വിശേഷതയില്ലാത്തതാണോ? സ്കൂൾ അവധിക്കാലത്ത് പിള്ളേര് മുറ്റത്ത് കളിമണ്ണ് കുഴച്ച് കളിയപ്പം ഉണ്ടാക്കി കളിക്കുന്നത് പോലെ ദൈവം തമ്പുരാൻ സ്വർഗത്തിരുന്ന് ബോറടിച്ചപ്പോൾ ചുമ്മാ വന്ന് ഭൂമിയിൽ വന്ന് സ്തോത്രം മണ്ണ് കുഴച്ചുണ്ടാക്കി മൂക്കിലൂതി ചുമ്മാ തമാശയിലുണ്ടാക്കി വിട്ട ഒരു ജീവിയാണോ മനുഷ്യൻ? അങ്ങനെയാണോ സൃഷ്ടിപ്പിനെ കുറിച്ച് ലോകത്തിൽ ലഭിക്കാവുന്ന വെച്ച് ഏറ്റവും ഒറിജിനൽ ചിന്ത നമുക്ക് തരുന്നത്? അങ്ങനെയല്ലല്ലോ. പിന്നെയോ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സദൃശത്തിനും സ്വരൂപത്തിനുമാണ്. ദൈവത്തിന്റെ കഴിവുകൾ കൊടുത്ത് അങ്ങനെ സൃഷ്ടിച്ചു വാഴാൻ വേണ്ടി. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ വിശദീകരിച്ചാൽ വലുതാണ്. അങ്ങനെ ഒരു വിശേഷത ഇല്ലാതല്ല. ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീകമായിട്ടും 3 തലങ്ങളെ നമ്മൾ ഒരാഴ്ച ഒരു ക്ലാസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ പഠിച്ചാൽ തീരെയല്ല. മനുഷ്യന്റെ മാനസിക വിശേഷതകൾ, അവന്റെ ആത്മീക വിശേഷതകൾ, ഈ ശരീരം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ എന്തോ അത്ഭുതമായിട്ടാണെന്നറിയോ? എന്തോ അത്ഭുതമായിട്ടാണ്. ജീവൻ എന്നൊക്കെ പറയുന്ന പ്രതിഭാസം പറഞ്ഞാലും തീരാത്തതാണ്. അത്ര അത്ഭുതമാണ്. സ്തോത്രം. അങ്ങനെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സകല വിശേഷതകളും ചാർത്തി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് ഇപ്പോൾ ഈ ലേഖനം എഴുതുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മനുഷ്യന് ഫലിക്കണം. അത് അറിഞ്ഞുകൊണ്ട് വേണം. ചുമ്മാ ആണ്ടിലൊരിക്കൽ യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ പോരാ. ആ മരണത്തിൻ്റെ കാരണം എന്താണ്, അതെനിക്ക് ആവശ്യമായി വരുന്നതിൻ്റെ കാരണം എന്താണ് എന്നതിൻ്റെ ബോധം വരുത്തുകയാണ് ഈ ലേഖനത്തിൻ്റെ ആമുഖ വാക്കുകളിൽ. അപ്പം അതിനകത്ത് പറയുന്നത് മനുഷ്യൻ്റെ വിശേഷത നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ടത് താഴെ സ്തോത്രം ഇൻവെർട്ടഡ് കോമയ്ക്കകത്തിൽ കൊട്ടേഷനകത്ത് താഴെ എഴുതിയിട്ടുണ്ട്. 10-ാം വാക്യം മുതൽ താഴേക്ക് എന്താണെന്ന് 8-9 കൂട്ടം കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വാക്യം പുറത്തേക്ക് എടുക്കാം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ. ആ വാക്ക് കേട്ടോ. ഇവിടെ താഴത്തേക്ക് പറയുകയാണ്, മനുഷ്യന്റെ മേൽ ചാർത്തപ്പെട്ട കുറ്റം സ്തോത്രം ഒരു കുറ്റപത്രം നിരത്തുന്നത് പോലെ താഴേക്ക് ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് അവിടെ എഴുതിയിരിക്കുക. അതിനകത്ത് 1, 2 എന്ന് അക്കമിട്ട് വീടുകളിൽ ചെന്നിരുന്ന് പറയണം. ഓരോ മനുഷ്യരോടും പറയണം എന്താണ് മനുഷ്യന് സംഭവിച്ചത്, സുവിശേഷം പ്രസംഗിക്കേണ്ടി വന്നതിന്റെ ആവശ്യം എന്താണ്. സ്തോത്രം. തല്ലുകൊണ്ടാലും കഴുത്ത് വെട്ടിയാലും യേശു വരുന്നത് വരെയും ഇത് പറയാൻ വേണ്ടി ദൈവം ആരെങ്കിലും ഈ ആധുനിക കാലത്ത് നിർത്തുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഗ്രഹിച്ചാൽ ഇന്ന് രാത്രി നമ്മൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോകുകയല്ല. അത്രയ്ക്ക് ശക്തമാണ് കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്ത് എല്ലാ പദങ്ങളും ശ്രദ്ധിക്കാൻ നേരമില്ല. ഞാൻ ആ പറഞ്ഞു നിർത്തിയ വാക്ക് കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. കൊള്ളരുതാത്തവർ പഴയൊരു മലയാള വാക്കാണ്. എല്ലാവരും കൊള്ളരുതാത്തവരായി തീർന്നു. കൊള്ളരുതാത്തവർ. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സംശുദ്ധമായിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് ടെർമിനോളജിയാണ്. ആ വാക്ക് ഇങ്ങനെയാണ്, അൺപ്രോഫിറ്റബിൾ. എന്ന് പറഞ്ഞാൽ ലാഭമില്ലാതെയായിപ്പോയി. അങ്ങനെയാണെങ്കിൽ ആ വാക്ക് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അൺപ്രോഫിറ്റബിൾ എന്ന് വരുമ്പോൾ മനുഷ്യരിൽ നിന്ന് ഒരു ലാഭം പ്രതീക്ഷിക്കുന്നുണ്ടോ ദൈവം? സ്തോത്രം. മനുഷ്യൻ നന്നായി ജീവിച്ചാൽ ആർക്ക് ലാഭം? മനസാക്ഷി മരവിക്കാത്ത കവുങ്ങഞ്ചേരിക്കാര് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, ഇതുപോലെ ആരോ ഒക്കെ സ്വോത്ര കാഴ്ചയിട്ട് ഇവിടുത്തെ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ അവർക്ക് ലഭിച്ച തുലവും വിരളമായിരിക്കുന്ന പണം സൂക്ഷിച്ചു വെച്ച് ആണ്ടിലൊരിക്കൽ ഇതുപോലെ പരസ്യ സ്ഥലത്ത് മീറ്റിംഗ് നടത്തുന്ന ആരോടും വാശി തീർക്കാനല്ല. ഈ മീറ്റിംഗ് നിമിത്തം കണ്ണുനീരും പ്രാർത്ഥനയുമായി അഹോരാത്രം ഉറക്കമടച്ച് വെട്ടിത്തെളിച്ച് ക്രമീകരിച്ച് ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് ഊണും ഉറക്കവും എല്ലാം കൊടുത്ത് ക്രമീകരിക്കുന്ന ഈ യോഗം നിമിത്തം ആരെങ്കിലും ഒരാളെ രക്ഷിക്കപ്പെട്ട ലാഭം ആർക്കാണ്? അവന്റെ കുടുംബത്തിന്.
സ്തോത്രം. സഭയിലേക്ക് വരാം, സ്തോത്രം. കൂട്ടായ്മയിൽ കൂടെ അതൊക്കെ സ്തോത്രം ന്യായമായ കാര്യം. പക്ഷേ ഒരുവൻ ഞാനത് അനുഭവിച്ചിട്ട് എൻ്റെ വീടിൻ്റെ പശ്ചാത്തലത്തിൽ പറയാം, സ്തോത്രം, ഗതി കിട്ടാതെ, സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സ്വൈരതയില്ലാതെ തകർന്നടിഞ്ഞ കുടുംബത്തിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പാപമോചനം ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ മുഴുവൻ ലാഭം ഞങ്ങളെ സ്നാനപ്പെടുത്തി ഉപദേശിക്കല്ല, ഞങ്ങളുടെ സുവിശേഷം പറഞ്ഞ ദൈവദാസനല്ല, അതിന്റെ സകല ബെനിഫിറ്റും അനുഭവിച്ചത് എന്റെ അമ്മ ഞങ്ങളുവാ. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പറയാം, മനസ്സാന്തരപ്പെട്ടാൽ, രക്ഷിക്കപ്പെട്ടാൽ, സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നിനക്കോ നിന്റെ കുടുംബത്തിനോ നീതീകരണം കിട്ടിയാൽ അതിന്റെ മുഴുവൻ ലാഭം 2024 ഏപ്രിൽ 6 രാത്രി മുതൽ നീ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം, ഇതുകൊണ്ടൊരു ലാഭക്കച്ചവടം അല്ല ഈ നടത്തുന്നത്. ആരെങ്ങനെ വിമർശിച്ചാലും ഇന്ന് രാത്രി സത്യത്തെ മറച്ചു വെക്കാൻ കഴിയാത്തത് കൊണ്ട് സ്തോത്ര, ഹൃദയം കല്ലിക്കാത്ത ഈ നാട്ടുകാരുടെ ഈശ്വര വിശ്വാസമുള്ള ആളുകളുടെ നടുവിൽ പറയാം, ഇല്ലെങ്കിൽ ഇരുത്തി ചിന്തിച്ചു നോക്ക്. സ്തോത്ര, ഒരുവൻ കള്ളുകൂടി നിർത്തിയാൽ, അവൻ സ്തോത്രം ജീവിതത്തിന് ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞാൽ, അവൻ അവന്റെ ഭാര്യയും പിള്ളേരെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, കാലത്തും നേരത്തും വീട്ടിൽ വരാൻ തുടങ്ങിയാൽ, അവന്റെ കുടുംബത്തെ കരുതിയാൽ, ആർക്ക് ലാഭം? അവന്റെ കുടുംബത്തിന് ലാഭം. ഇന്ന് രാത്രി ഞാൻ തത്വത്തിൽ പറയാം, ഇതൊരു ബിസിനസ് വേൾഡാണ്. പക്ഷേ സുവിശേഷം നിമിത്തം മനുഷ്യനുണ്ടായ ലാഭം പോലെ ലോകത്തിൽ വേറെ ഒന്നുകൊണ്ട് 5 മക്കളെ പെറ്റു വളർത്തി പട്ടിണിയുള്ള കാലത്ത് ഉടുതുണി മുറുക്കിയെടുത്ത് അവരെ 5 പേരെയും ലോകത്തിലെ വൻകിട രാജ്യങ്ങളിൽ അയച്ച അപ്പനും അമ്മയൊക്കെ സ്തോത്ര പുനലൂരും പത്തനാപുരത്തും കാണും. എന്നാൽ അവരെ നിങ്ങൾ വ്യക്തിപരമായി വിളിച്ചു ചോദിച്ചാൽ അവർ പറയും, സ്തോത്രം, ഏത് ലാഭത്തേക്കാൾ 5 രാജ്യത്തിന്റെ കറൻസികൾ പത്തനാപുരത്തെ ബാങ്കിൽ വന്ന് വീഴുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ലാഭം സമാധാനം കിട്ടിയതാണ്, രക്ഷകനെ കിട്ടിയതാണ്. അത് തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഈ ദേശം കാണുക ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ ഭാഗത്തിന്റെ ഒരു അനുബന്ധം ഞാൻ നിങ്ങളെ ദൈവമക്കളെ ഓർപ്പിക്കാം. അതൊരു ദൂത് പോലെ ഞാൻ പറയാം. ദാവീദ് രാജാവ് ഒരിക്കൽ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ ഭയങ്കര ഗംഭീരമാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ചില പ്രാർത്ഥനകൾ, ഞാനൊരു വാക്കുപയോഗിച്ചാൽ തെറ്റിദ്ധരിക്കരുത്, ദൈവത്തെ പോലും ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. 30-ാം സങ്കീർത്തനത്തിലാണെന്ന് എൻ്റെ ഓർമ്മ കേട്ടോ. ആ സങ്കീർത്തനത്തിൽ അദ്ദേഹം ഒരു പ്രധാന വിഷയത്തിന് നടുവിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ നിനക്കെന്ത് ലാഭം? ധൂളി നിന്നെ സ്തുതിക്കുമോ? ആ സങ്കീർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, അവൻ എൻ്റെ രട്ടഴിച്ചു, സന്തോഷം ഉദിപ്പിച്ചു. അതൊരു പ്രാർത്ഥനയല്ല, ദൈവത്തോടുള്ള ചോദ്യമായിരുന്നു. എന്താ ചോദ്യം? എൻ്റെ ദൈവമേ, ആയുസിൻ്റെ മധ്യത്തിൽ ഈ സമയത്ത് ഞാൻ കുഴിയിലിറങ്ങിപ്പോയാന്ന് പറഞ്ഞ് 6 അടി മണ്ണിലേക്ക് സ്തോത്രം എൻ്റെ ഒരു വെട്ടിയിൽ പൊതിഞ്ഞ്, ഒരു ശീലയിൽ പൊതിഞ്ഞ് എന്നെ കുഴിയിലേക്ക് ഇറക്കി വെച്ചാൽ, എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും പോയി എന്നല്ല ചോദിച്ചത്, സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ചോദിക്കുക, അങ്ങേക്കെന്ത് ലാഭം? സ്തോത്രം. അത് ചോദിക്കാനുള്ള പ്രാഗൽഭ്യം നിങ്ങൾ മനസ്സിലാക്കിയോ? ഞാൻ ദൈവമക്കളോട് പറയാം, ഇവിടെ ചുറ്റുവട്ടത്തിരിക്കുന്ന എല്ലാവരും ദൈവചിന്തയുള്ളവരാണെന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് വലിയ കാടും വെള്ളം വെട്ടിത്തെളിച്ചല്ല, ഈശ്വര വിശ്വാസം, ദൈവഭക്തി, വേദപുസ്തക ചിന്തയുള്ളവരാ. അവരോട് ഞാൻ പറയുന്നതുള്ള ബോധ്യം എന്നെ നന്നായി ഭരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നവരോടും ദൂരത്തുനിന്ന് കേൾക്കുന്നവരോട് ഞാൻ ഈ പറയുന്നത്. കേൾക്കണേ. ഹല്ലേലൂയ. ഓൺലൈനിലൊക്കെ ഒത്തിരി പേര് കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ, നിങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായി പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ ഒരു ചോദ്യം, ഏത് പ്രാഗൽഭ്യം, ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് ലാഭമുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഞാൻ അതിനെ പഠിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവമായ കർത്താവ് ദാവീദിൻ്റെ ജീവിതത്തിലൂടെ ഒരു വെളിപ്പാടെന്ന് പറയുന്നില്ല, ഒരു ദൂത്, ഒരു പ്രസംഗ വിഷയം തന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ദാവീദിനെതിരെ വൻപന്മാർ പോരാടി. ആ സമയത്തെല്ലാം സ്വർഗത്തിലെ ദൈവം തൂക്കി നോക്കി. ദൈവത്തിന് അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് വേദപുസ്തകത്തിലുണ്ടല്ലോ. ദാവീദിനേക്കാൾ മുമ്പ് ദൈവം അറിഞ്ഞോണ്ട് അഭിഷേകം ചെയ്തതാണ് ശൗല്. പക്ഷേ സ്തോത്രം, ദൈവം പ്രതീക്ഷിച്ചതുപോലെ ശൗലിനെ അഭിഷേകം ചെയ്തിട്ട് പ്രയോജനപ്പെട്ടില്ല. ദാവീദിനുള്ള അസൂയ നിമിത്തം നീണ്ട വർഷങ്ങൾ ഭരണം മറന്ന്
ഔദ്യോഗിക കർത്തൃ നിർവഹണം മറന്ന്, ദൈവമേൽപ്പിച്ച കാര്യം മറന്ന് ദാവീദിൻ്റെ പിന്നാലെ ഓടി നടന്നു കുന്തവും കൊണ്ട് മനുഷ്യൻ. നീണ്ട വർഷം ദൈവം ക്ഷമിച്ചു, ദാവീദ് സഹിച്ചു. ലാസ്റ്റ് ദൈവത്തിന് മനസ്സിലായി, സ്തോത്രം, ഇവരെ രണ്ടുപേരെയും കൂടി തട്ടിച്ചു നോക്കിയപ്പോൾ ശൗലിനെ അഭിഷേകം ചെയ്തത് ഒരേ അഭിഷേകമാണ്. ദൈവം പറഞ്ഞിട്ട് ദാവീദിനെ അങ്ങനെ രണ്ടുപേരും ചൂസ് ചെയ്തതും, സ്തോത്രം, സെലക്ട് ചെയ്തതും അതുപോലെ റെക്കമെൻഡ് ചെയ്തതൊക്കെ ദൈവമാണ്. പക്ഷെ ദൈവം തൂക്കി നോക്കി, ശൗല് ജീവിച്ചിരിക്കുന്നതാണോ ദാവീദ് ജീവിച്ചിരിക്കുന്നതാണോ ദൈവത്തിന് ലാഭം. ദൈവത്തിൻ്റെ തുലാസിൽ തൂക്കിയപ്പോൾ ദൈവത്തിന് ബോധ്യപ്പെട്ടു, ശൗലല്ല ദാവീദ് ജീവിച്ചിരിക്കുന്നതാ ദൈവത്തിന് ലാഭം. അന്ന് ദൈവം ഒരു തീരുമാനമെടുത്തു. ഗിൽബോവ പർവ്വതത്തിൽ ഫെലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ, സ്തോത്രം, ശൗലിനെ തൻ്റെ ഉടവാളിനകത്ത് മീൻ കോർത്തെടുക്കുന്നത് പോലെ കോർത്തവിടെ തീർത്തു. ദാവീദിനെ ദൈവം നിലനിർത്തി. അഖീതോഫേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, അദ്ദേഹം പറയുന്ന വാക്കിനപ്പുറത്തേക്ക് ഇല്ലായിരുന്നു. ദൈവം പറയുന്നത് പോലെ ആയിരുന്നു എന്ന ശൗമേന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. സ്വന്തം മകനെ അപ്പനെതിരെ തിരിച്ചുകൊണ്ട് ഗൂഢതന്ത്രങ്ങൾ പറഞ്ഞുകൊടുത്ത് ആ ഒരു നിലവാരത്തിൽ അഖീതോഫേൽ തൻ്റെ തന്ത്രം മുഴുവൻ ദാവീദിന്റെ കുടുംബത്തിലിറക്കി. സ്വത്രം, അബ്ശാലോം എന്ന തൻ്റെ ഏറ്റവും പ്രിയങ്കരനായ മകനെ തനിക്കെതിരെ തിരിച്ചു. സ്വത്രം, ദാവീദ് ഹൃദയം കൊണ്ട് നടുങ്ങിപ്പോയി. അഖീതോഫേലുമുണ്ട് തനിക്കെതിരെയുള്ള ഗൂഢാലോചനക്കാരെന്ന് കേട്ടപ്പോൾ ദാവീദിന്റെ ഹൃദയം പടച്ചു, വേദനിച്ചു. താൻ കരഞ്ഞു. ഒലിവുമലയിൽ പോയിരുന്ന് അവിടെ വെച്ച് സ്വർഗത്തിലെ ദൈവം തൂക്കി നോക്കി, അതിബുദ്ധിമാനായിരിക്കുന്ന അഖീതോഫേൽ ജീവിച്ചിരിക്കുന്നതാണോ അതെയോ പാട്ടും പാടി സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ഭയമുള്ള ദാവീദ് ജീവിച്ചിരിക്കുന്നതാണോ ലാഭം? ആ തുലാസിൽ തൂക്കിയപ്പോൾ സ്വർഗത്തിന് മനസ്സിലായി, അതിബുദ്ധിമാനേക്കാൾ ദൈവത്തിന് ലാഭം ദാവീദാണ്. സ്വർഗത്തിലെ ദൈവം ഒറ്റ ദിവസം കൊണ്ട് അഖീതോഫേലിനെ തട്ടിക്കളഞ്ഞിട്ട് ദാവീദിനെ നിലനിർത്തി. ദാവീദിന്റെ ചോരയിൽ പിറന്നവനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ അബ്ശാലോം. 8 ഭാര്യമാരിൽ 19 മക്കളാണ് ദാവീദിന് ജനിച്ചത്. അതിൽ സൗന്ദര്യം കൊണ്ടും അധികായത്വം കൊണ്ടും കൂർമ്മബുദ്ധി കൊണ്ടും സാമർഥ്യം കൊണ്ടും ഏറ്റവും കോമളനും സുന്ദരനും, ഒരർത്ഥത്തിൽ ദാവീദിന്റെ കരച്ചിലും കണ്ണീരൊക്കെ വെച്ച് കൂട്ടി വായിച്ചു നോക്കിയാൽ ദാവീദിന്റെ ഇഷ്ടപുത്രന്മാരിൽ ഒരുവനായിരുന്നു അബ്ശാലോം. അബ്ശാലോം ദാവീദിനെതിരെ തിരിഞ്ഞു. കാട്ടിൽ സിംഹത്തെ കീറിയവൻ, കരടിയെ കീറിയവൻ, ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിനെ തകർത്തവൻ. സ്തോത്രം, സ്വന്തം വീടിനകത്ത് സ്വന്തം തലമുറ ദാവീദിനെതിരായപ്പോൾ ശൗമേന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ചെരുപ്പിടാതെ തല മൂടിക്കൊണ്ട് കൊട്ടാരം വിട്ട് ദാവീദ് ഒലിവുമലയുടെ കയറ്റം കയറിപ്പോയി കരഞ്ഞോണ്ട്. സ്തോത്രം, അതിഭീകരമായിരിക്കുന്ന ആ രംഗം വായിച്ചാൽ ഹൃദയം കല്ലിക്കാത്തവർ കരഞ്ഞു പോകും. അവിടെ പോയിരുന്ന് കരയുക. അങ്ങനെ കരയുമ്പോൾ സ്വർഗത്തിലെ ദൈവം തൂക്കി നോക്കി, ചെറുപ്പക്കാരനായ സുന്ദരനായ ഹീറോവായ ചെറുപ്പക്കാരുടെ രക്തം തിളപ്പിക്കത്തക്ക രീതിയിൽ കൈക്കരുത്തുള്ള വശീകരണ മാന്ത്രിക ശക്തിയുള്ള അബ്ശാലോം എന്ന സുന്ദര കോമളൻ, വേണമെങ്കിൽ ഒരു 50-60 വർഷം ദൈവത്തിൻ്റെ രാജ്യം ഭരിക്കാൻ അധികായനായ അദ്ദേഹത്തെ കിട്ടും. ചുരുങ്ങിയ കാലം കൊണ്ട് അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പകുതിയും മുക്കാലും ആളുകളെ വശീകരിച്ച് വളച്ചെടുത്തവനാണ്, കഴിവുള്ളവനാണ്. പക്ഷെ ദൈവത്തിൻ്റെ തുലാസിൽ തൂക്കിയപ്പോൾ തലമുടി നരച്ച് ക്ഷീണിതനായി കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരുമ്പോഴും വിങ്ങിപ്പൊട്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ദൈവത്തോട് കരയുന്ന ദാവീദ് ജീവിച്ചിരിക്കുന്നതാണോ അബ്ശാലോം ജീവിച്ചിരിക്കുന്നതാണോ ലാഭമെന്ന് ദൈവം തൂക്കി നോക്കിയപ്പോൾ സ്വർഗത്തിൻ്റെ കോടതി തെളിഞ്ഞു, അബ്ശാലോമിനേക്കാൾ ദാവീദ് ജീവിച്ചിരിക്കുന്നതാണ് ലാഭം. ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചോ, സ്വർഗത്തിൻ്റെ തുലാസ് ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് നിശ്ചയിക്കും ആര് ജീവിച്ചിരിക്കുന്നതാണ് ലാഭം. നാബാൽ എന്ന് പറയുന്ന ഒരു ജന്മി ആ നാട്ടിലുണ്ടായിരുന്നു, കോടീശ്വരൻ. ആട് കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ തൊഴില്. ആണ്ടിൽ 2 പ്രാവശ്യം സ്തോത്രം അദ്ദേഹം വിവിധതരം ആടുകളെ വളർത്തും. ആടുകളുടെ രോമം കത്തിരിച്ചെടുത്ത് വിൽപ്പന നടത്തി സ്തോത്രം ആടുകളെ കോടീശ്വരനായി തീർന്ന ഒരു മനുഷ്യൻ നാബാൽ. ആടുകളുടെ രോമം കത്തിരിക്കുന്ന ദിവസം പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്ക് ഉച്ചക്കൂണ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. അങ്ങനെ നാട്ടുകാർക്ക് സമ്മതരായ എല്ലാവർക്കും സ്തോത്രം മതിപ്പുള്ളവനായ നാബാൽ കാട്ടിലൂടെ ശൗലിനെ പേടിച്ച് ഓടി നടക്കുന്ന കാലത്ത് വയറൊട്ടി ആഹാരമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ അങ്ങകലെ താഴ്വാരത്ത്
നാബാലിൻ്റെ സ്തോത്രം പുരയിടത്തിൽ വലിയ ഉത്സവ പ്രതീതിയിൽ തീ പുകയുന്നതും ആഹാരത്തിൻ്റെ ഗന്ധവും തട്ടിയ ദാവീദ് തൻ്റെ ഭൃത്യന്മാരിൽ 2 പേരെ പറഞ്ഞയച്ചു. കാട്ടിലൂടെ ദാവീദ് ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുന്നു, 2 പൊതി ചോറ് കൊടുത്തയക്കണം. ഇത് പറഞ്ഞു വന്ന ദാവീദിൻ്റെ ഭൃത്യന്മാരെ നാബാൽ ആക്ഷേപിച്ച് ആട്ടി ഇറക്കിയിട്ട് പറഞ്ഞു, അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ ഇവിടെ ആഹാരമില്ല, പോകാൻ പറഞ്ഞു. ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് തിന്നും മതിച്ച് ബാക്കി വേസ്റ്റ് തള്ളിക്കളയുന്നതിൻ്റെ കൂടെ 2 ചോറ് ചോദിച്ചിട്ട് 2 നേരത്തെ ആഹാരം ചോദിച്ചിട്ട് കൊടുക്കാതെ ആട്ടിത്തെറിപ്പിച്ചു. ആ മനുഷ്യൻ ജീവിച്ചിരുന്ന നാട്ടുകാർക്ക് നല്ലതാണ്. സ്തോത്രം, പെണ്ണിനെ കെട്ടിക്കാൻ നേരത്ത് കാശ് കൊടുക്കും, ആര് എന്നാലും എന്തെങ്കിലും കൊടുക്കും, എല്ലാവർക്കും വിരുന്ന് കൊടുക്കുന്നത് കേൾക്കുന്നതാണ്. പക്ഷെ ദൈവത്തിൻ്റെ തുലാസിൽ തൂക്കിയപ്പോൾ സ്വർഗത്തിന് മനസ്സിലായി, സ്തോത്രം, അച്ചാച്ചൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ദൈവത്തെ ആരാധിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നതാണ് ലാഭം. ഇന്ന് രാത്രി ഞാൻ എൻ്റെ പ്രസംഗം തെന്നി മാറി ട്രെയിൻ ട്രാക്ക് മാറി ഓടുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഏതൊക്കെയോ വശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ ആത്മാവിൽ പരസ്യമായി പറയാം, സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്, അവൻ്റെ കയ്യിൽ ഒരു തുലാസുണ്ട്. സ്തോത്രം, ഇന്ന് രാത്രി കാലം തൂക്കുന്നവൻ, ഹല്ലേലൂയ, അവൻ ഇന്ന് രാത്രി കാണുന്നുണ്ട്. എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നവൻ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക. സ്വർഗം തൂക്കി നോക്കുക, ഒരു കാലമൊക്കെ ദൈവം അനുവദിക്കും, അത് കഴിയുമ്പോൾ തൂക്കി നോക്കൂ. ദൈവത്തെ സ്തുതിക്കുന്നവൻ, ദൈവത്തെ ഘോഷിക്കുന്നവൻ, അവര് ജീവിച്ചിരിക്കുന്നതാണോ അതെയോ മറ്റു ചിലർ ജീവിച്ചിരിക്കുന്നതാണോ ലാഭമെന്ന് സ്വർഗം നോക്കും. ആ തുലാസിൽ തൂക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നമ്മെ തന്നെ വിലയിരുത്താൻ. സ്തോത്രം. അപ്പോൾ റോമാലേഖനത്തിലെ ആ ഭാഗം, സ്തോത്രം, ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭാഗം, സ്തോത്രം, മനുഷ്യൻ്റെ വിശേഷത പാപം നിമിത്തം അവൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ വിശേഷതയില്ലാതായി, അൺപ്രോഫിറ്റബിളായി. സ്തോത്രം. ഇപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഇപ്പോഴും മനുഷ്യൻ ദൈവത്തിന് വിശേഷത ഉള്ളവൻ തന്നെയാണ്. അതിന് തെളിവ് ഞാൻ 3 തെളിവ് ഞാൻ യേശു ക്രിസ്തു പറഞ്ഞതിൽ കൂടെ പറയാം. 3 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് പറഞ്ഞു. ഒന്ന്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം ഗിരിപ്രഭാഷണം നടക്കുക. വായിക്കണം, ഞാൻ പറഞ്ഞു വിടാം, നിങ്ങൾ എഴുതി വെക്കാൻ എഴുതി വെച്ചു. മത്തായി 6:26. ഗിരിപ്രഭാഷണം നടക്കുന്ന സമയത്ത് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഗിരിപ്രഭാഷണം കേൾക്കാൻ വന്ന മലഞ്ചെരിവിൽ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകൾ, കർത്താവിനെ പിൻപറ്റാൻ മനസ്സോടെ വന്നവർ, യഹൂദ മതത്തെ പേടിക്കാതെ വന്നവർ, അവരോട് കർത്താവ് പറഞ്ഞ് വരുന്ന കൂടത്തിൽ പറഞ്ഞ വാക്കിതാണ്, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. വയലിലെ താമരയെ നോക്കുവീൻ, അവയൊക്കെ ശലോമോനേക്കാൾ എത്ര മോടിയോടെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു ഒരു വാക്ക് പറയുക. സ്തോത്രം, ഈ ആകാശത്തിലെ പറവകളേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുടെ മനസ്സിനെ പഞ്ഞുകൊണ്ട് ഒപ്പിയെടുക്കുന്നവരെ ഒപ്പിയെടുത്തുകൊണ്ട് പറയാം, നിന്റെ സ്വന്തം വീട്ടിൽ നിനക്ക് യാതൊരു വിശേഷതയില്ലെന്ന് കൂടെ പറഞ്ഞ് ഹൃദയത്തിൽ കുത്തുവാക്ക് പറഞ്ഞ് സ്തോത്രം മരിച്ചാൽ മതി എന്ന് മനസ്സുകൊണ്ട് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ എങ്ങനെയൊക്കെ പോരാടിയാലും ഈ നിന്റെ കയ്യെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തവർ നിനക്ക് വിരോധമായ അജണ്ടകൾ തയ്യാറാക്കുമ്പോൾ നിനക്ക് വേണ്ടി ജീവൻ തന്നൊരുവൻ സ്വർഗത്തിലുണ്ട്. ആ കർത്താവ് നിന്നെ നോക്കി പറയൂ, ആകാശത്ത് പറന്നു പോകുന്ന പറവകളേക്കാൾ, ഈ പറയുന്ന പലരേക്കാൾ നീ എനിക്ക് വിശേഷതയുള്ള വിശേഷതയുള്ളവരാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശേഷത ഉള്ളവരാണെന്ന് വിശ്വസിക്കുന്നവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ലൂക്കോസ് 12-ാം അധ്യായത്തിന്റെ അകത്ത് കർത്താവ് സ്തോത്രം ഒരു വൈകിയ വേളയിൽ ഒരു സായം സമയത്ത് പൊതുജന സമക്ഷം നിൽക്കുകയാണ്. മറ്റത് കർത്താവിന് കേൾക്കാൻ വേണ്ടി ഒരു പ്രൈവറ്റ് മീറ്റിംഗ് ആണ്. ഒരു വഴിയോരത്തല്ല, ഒരു മലഞ്ചെരുവിൽ സ്തോത്രം നീണ്ടു നിന്ന യോഗമാണ്, ഗിരിപ്രഭാഷണ സംബന്ധമായിരിക്കുന്നത്. അവിടെയാണ് അത് പറഞ്ഞത്. ലൂക്കോസ് 12 സ്തോത്രം ഒരു പൊതുസ്ഥലത്ത് അന്തിച്ചന്തയൊക്കെ പിരിഞ്ഞ് ആളുകൾ സ്തോത്രം വൈകുന്നേരം ഈ മണ്ണിനോട് മല്ലടിച്ച് പണിയെടുത്ത് മടങ്ങിപ്പോകുന്ന സമയത്ത്, സായാഹ്നവേളയിൽ അന്നത്തെ കാലത്ത് വൈകുന്നേരത്തെ ചന്തകളിലൊക്കെ വഴിയോര കച്ചവടമൊക്കെ നടക്കുന്നത് പോലെ നടക്കുന്ന സമയത്ത്, ആ സമയത്ത് കർത്താവ് ഈ കഷ്ടപ്പെട്ട ജനത്തോട് പറഞ്ഞു. ലൂക്കോസ് 12:7 അവിടെ പറയുന്നു, നിങ്ങളുടെ ഈ വഴിയോരത്തെ അന്തിച്ചന്തയിൽ 2 കാശിന് 5 കുരികിലനെ വിൽക്കുന്നില്ലേ? സ്തോത്രം.
ഈ 5 കുരികിലിന് വിൽക്കുമ്പോൾ ഈ കുരികിലിനേക്കാളൊക്കെ നിങ്ങൾ എത്രയോ വിശേഷതയുള്ളവരാണ്. സ്തോത്രം. കണക്ക് തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ആ ഒരു കച്ചവടത്തിൻ്റെ സ്തോത്രം മാസ്മരികമായിരിക്കുന്ന ബിസിനസ് ടെക്നിക്കിൽ ഒരു കുരികിലിനെ സൗജന്യമായി കൊടുത്ത് അങ്ങനെ വിൽക്കുന്ന ആ വിൽപ്പന വസ്തുവായിരിക്കുന്ന കുരികിലിനേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവരാണ്. മൂന്നാമതൊരിക്കൽ കൂടി യഹൂദന്റെ പള്ളിക്കകത്ത് വെച്ച് യേശു പറഞ്ഞു, ദേവാലയത്തിനകത്തല്ല, സിനഗോഗിനകത്ത് വെച്ച്. അതെഴുതിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:11. കർത്താവ് യഹൂദന്റെ പള്ളിക്കകത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ ദൈവാലയത്തിനകത്ത് സ്തോത്രം കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അംഗവൈകല്യം അവരെ സംബന്ധിച്ചൊരു പ്രശ്നമാണ്, പല കാരണങ്ങൾ കൊണ്ട്. അത് പറയാൻ സമയമെടുക്കുന്നില്ല. അപ്പൊ ആ മനുഷ്യൻ അവരുടെ ധരിക്കുന്ന നീളം കുപ്പായത്തിനകത്ത് അവന്റെ വരണ്ട കൈ മറച്ചു വെച്ച ആൾക്കൂട്ടത്തിനിടയിൽ എൻ്റെ പള്ളിക്കകത്തിരിക്കുക. ആരും ശ്രദ്ധിക്കാത്ത ആ ബലഹീനത, പാവത്തെ, അങ്ങനെ ഒരു പോരായ്മയുള്ളത് ആരും ശ്രദ്ധിക്കാതെ ഒതുക്കി വെച്ചുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് നടക്കുകയായി മനുഷ്യൻ. യേശു വന്ന യോഗം, ഇതൊന്ന് ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോ. സ്തോത്രം. യേശു വന്ന ദിവസം കർത്താവിൻ്റെ കണ്ണ് ഈ മനുഷ്യൻ്റെ മേൽ പതിഞ്ഞു. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. സ്തോത്രം. ആയുഷ്കാലം മുഴുവൻ പോരായ്മകളും ഇല്ലായ്മകളും മറച്ചു വെച്ച് ജീവിക്കാൻ എത്ര കാലം പറ്റും? അതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ യേശു വരുന്ന യോഗത്തിന് വരണം, യേശു ഉള്ള പള്ളിയിൽ വരണം. അന്ന് യേശു വന്നു. യേശു വന്ന അന്ന് ഈ മനുഷ്യനിൽ കർത്താവ് മറച്ച് പൊതിഞ്ഞു വെച്ചിരിക്കുകയായിരിക്കാം. കർത്താവിൻ്റെ കണ്ണ് പതിഞ്ഞു. കർത്താവ് ആൾക്കൂട്ടത്തിനിടയിൽ, പുരുഷന്മാരിയ്ക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ യേശു നോക്കിയിട്ട് പറഞ്ഞു, സ്തോത്രം. ആ ഇടയിൽ ഇരിക്കുന്ന ആ മനുഷ്യനെ, കൃത്യമാ കൈവരേണ്ട മനുഷ്യൻ, അവരോട് പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ആരും കാണാതെ മറച്ചു കൊണ്ട് നടന്ന ആ വിഷയം അകത്തുള്ളവനോട് കർത്താവ് പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്ക. അത് പറയാനുള്ള അധികാരം കർത്താവിനുണ്ടല്ലോ. എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് യേശു പരീശന്മാരെ പ്രതീക്ഷിക്കുന്നുണ്ട്. സർവജ്ഞാനിയാണവൻ. സ്തോത്രം. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗഹനമായി മനസ്സിലാക്കിയിട്ട് യഹൂദന്റെ പള്ളിയിലെ ആ സദസ്സിൽ ഈ മനുഷ്യൻ എഴുന്നേൽപ്പിച്ച് നിർത്തിയതിനു ശേഷം, സ്തോത്രം, ഹല്ലേലൂയ, ഒരധികാരിയുടെ ഭാവത്തിലെല്ലാം വട്ടം പിടിച്ചു നോക്കിയതിനു ശേഷം അപ്പോഴും മനുഷ്യന്റെ കൈ വരണ്ടിരിക്കുന്നത് ഈ വലിയ നീളം കുപ്പായത്തിനകത്ത് മറച്ചു വെച്ചിരിക്കുക. എഴുന്നേറ്റ് നിന്ന് എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആശ്വാസമുണ്ട്, മറ്റേതാരും കണ്ടില്ലല്ലോ, എഴുന്നേറ്റ് നിന്നല്ലേ ഉള്ളൂ. ആ നിശബ്ദതയും ഭേദിച്ചുകൊണ്ട് യേശു പറഞ്ഞു, ആ വരണ്ട കൈയങ്ങ് നീട്ട. സ്തോത്രം. കർത്താവ് പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ കൈയുടെ സ്ലീവല്ലെങ്കിൽ സ്തോത്രം നീണ്ട കുപ്പായത്തിന്റെ നീണ്ട് ചാർത്തിക്കിടക്കുന്ന ഭാഗമകത്തേക്ക് വലിച്ചു വെച്ചപ്പോൾ വരണ്ട് പിരിഞ്ഞിരിക്കുന്ന കൈ നീട്ടി. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ ചിലരോട് പരിശുദ്ധാത്മാവിലെ ദൂത് പറയാം. സ്തോത്രം. കേൾക്കണേ. സമൂഹ മധ്യത്തിൽ നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് നിന്റെ അനാവൃതം, നീ പൊതിഞ്ഞു നടന്ന നിന്റെ ലജ്ജ, നിന്റെ പ്രയാസം, നിന്റെ കുറ്റം, നിന്റെ പാപം, നിന്ന അത് സമൂഹ മധ്യത്തിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി അതിന്റെ തൊലി പൊളിച്ച് കാണിച്ചിട്ട് നാളെ വാട്സാപ്പിലിട്ടിട്ട് കൈകൊട്ടിച്ചിരിക്കുന്നവനല്ല കർത്താവായ യേശു. ഇന്ന് രാത്രികാലം ഈ സമൂഹ മധ്യത്തിൽ നിന്നെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഇരുത്തുന്നതിനേക്കാൾ മുമ്പ് നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ അധികാരമുള്ളവനാണ് നിന്നോട് എഴുന്നേക്കാൻ പറഞ്ഞത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു പ്രവചനം പോലെ ഈ ശബ്ദം ചെന്ന് വീഴുന്നിടത്തേക്ക് ആത്മാവിൽ ഞാൻ പറഞ്ഞു വിടുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലുമൊക്കെ മീഡിയയിലൂടെ ആരും അറിയാതെ വീട്ടിലിരുന്നുകൊണ്ട് ഇതുപോലെയൊക്കെ ദൈവത്തിന്റെ വചനമൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ കുറവും പോരായ്മയുണ്ട്, ആരെയൊക്കെ ഭയമുണ്ട്. എങ്കിലും ശ്രോത്ര എഴുന്നേക്കാൻ ഒരു പ്രേരണ പരിശുദ്ധാത്മാവ് കവുങ്ങഞ്ചേരി പരിസരത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ ദൈവമനുഷ്യൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയാ, നിങ്ങളോട് എഴുന്നേക്കാൻ എന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ മാംസരക്തങ്ങളുടെ ആലോചന ചോദിക്കണ്ട, ചോദിക്കാൻ പോയാൽ നടക്കില്ല. ആരൊക്കെ കൂടെ വരുമെന്ന് നോക്കണ്ട. ഇന്ന് രാത്രി യേശുവാണ് നിന്റെ മനസ്സിനകത്ത്, ദൈവത്തിന്റെ വചനമാണ്. എഴുന്നേറ്റോ എന്ന് പറഞ്ഞതെങ്കിൽ പേടിക്കണ്ട. നിന്നെ എഴുന്നേൽപ്പിച്ചത് നാട്ടിൽ അവമാനിക്കാനല്ല, നാട്ടിൽ ഒരത്ഭുത വിഷയമാക്കാനാണ്.
പ്രാർത്ഥിച്ചോ ദൈവമക്കൾ, ഇന്ന് രാത്രിക്കാല അനിശ്ചിതത്വം മാറട്ടെ. നിങ്ങൾ ചില ഒറ്റയ്ക്ക് ചോദിക്കാറില്ലേ, ഇതിനാണോ എന്നെ വിളിച്ചത്, ഇതിനാണോ എന്നെ വിളിച്ചത്? ഇന്ന് രാത്രി സ്വർഗം അതിന് മറുപടി പറയുന്നില്ല. ഞാൻ നിന്നെ അപമാനിക്കാൻ വിട്ടുകൊടുക്കില്ല. പരിശോധനയുണ്ട്, പരീക്ഷയുണ്ട് ഈ മാർഗത്തിൽ. ഒറ്റപ്പെട്ടെന്ന് തോന്നിയേക്കാം, എല്ലാരും കൈവിട്ടെന്ന് തോന്നിയേക്കാം. എത്ര പേര് കേൾക്കുന്നുണ്ട്? എല്ലാത്തിനും പരാജയമാണെന്ന് തോന്നിയേക്കാം. ദൈവമില്ലാത്തവന്റെ സന്തതിയല്ല ചിറകമുളച്ച പൂമ്പാറ്റയെ പോലെ പറന്നു പോകുമ്പോൾ നിനക്ക് മാത്രം എന്ത് എന്ന ചോദ്യം കണ്ടേക്കാം. പക്ഷെ ദൈവം ഇന്ന് രാത്രി ആരോടൊക്കെ പറയുന്നു, ഇല്ല 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 ഇല്ല. ഞങ്ങൾ ദൈവദാസന്മാർ ആയിരക്കണക്കിന് ആളുകളെ കണ്ട് ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു, അവൻ അപമാനിക്കത്തില്ല, നിന്ദിക്കത്തില്ല. നിന്റെ പള്ളിയിൽ നിന്ന് നിന്നെ അവൻ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം നിന്നെ മാനിച്ചിട്ടേ ഇരുത്തുകയുള്ളൂ. ഹല്ലേലൂയ. പറ്റുമെങ്കിൽ ഈ ഇരിക്കുന്നവരോടൊക്കെ അവസരം കിട്ടിയാൽ, സ്തോത്രം, നിങ്ങളുടെയൊക്കെ തുടക്കം എങ്ങനെയായിരുന്നു ചോദിക്കണം. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിച്ചിട്ട് അപമാനിച്ചോ എന്ന് ചോദിക്കണം. കഴുത്ത് കണ്ടിച്ച് മാറ്റിയിട്ടാലും ഒറ്റ കുഞ്ഞുങ്ങളും പറയുകയല്ല, കള്ളമല്ല, ഉള്ളതാ പറയുന്നത്. ഒരുപാട് പോരായ്മയുണ്ടായിരുന്നു, ഒത്തിരി കുറവുണ്ടായിരുന്നു. പക്ഷേ ഇരിക്കുന്നതിനേക്കാൾ മുമ്പ് അവനതെല്ലാം മാറ്റിയിട്ടായിരുത്തിയത്. ഇന്ന് രാത്രി എഴുന്നേക്കാൻ പറയുമ്പോൾ എഴുന്നേക്കാൻ ആര് തയ്യാറാകുന്നോ അവരുടെ ശുഭരാത്രിയാണ് ഈ രാത്രി. നാളേക്ക് മാറ്റി വെക്കരുത്. കർത്താവ് പറഞ്ഞു, എഴുന്നേക്ക, കൈ നീട്ട്. സ്തോത്രം. കൈ നീട്ടുമ്പോൾ സ്തോത്രം, എൻ്റെ ബലഹീനത എല്ലാവരും കണ്ടു. പക്ഷെ യേശു അത് സൗഖ്യമാക്കി. പിന്നെ അവൻ്റെ കൈ പഴയതുപോലല്ല. ഇരുന്നോളാൻ പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞപ്പോഴാ പ്രശ്നം. സ്തോത്രം. ഇരുന്ന് കഴിഞ്ഞപ്പോഴാ പ്രശ്നം. എന്താ പ്രശ്നം? സ്തോത്രം. പരീശന്മാരെല്ലാവരും കൂടെ സ്തോത്രം അവനോട്, കർത്താവിനോട് ഭയങ്കരമായിട്ട് അങ്ങ് കെട്ടുകയറി. വലിയ പ്രശ്നമായി. ശബത്ത് ദിവസത്തിൽ മാത്രമാണോ സൗഖ്യം? വേറെ ആഴ്ചയിൽ എത്ര ദിവസമുണ്ട്? ഇതിനാണ് അവിടേക്ക് വരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വല്ലായ്മ. യേശുക്രിസ്തു, നമ്മുടെ വിഷയം വിശേഷതയാ. യേശുക്രിസ്തു പരീശന്മാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ 12-ാം അധ്യായത്തിൽ നമ്മൾ ഈ വായിക്കുന്ന ഭാഗത്ത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ ആടുകളിൽ ഒരെണ്ണം കിണറ്റിൽ വീണാൽ, കുഴിയിൽ വീണാൽ, ശബത്ത് ദിവസമാണെന്ന് നോക്കുമോ? നിങ്ങളതിനെ പിടിച്ചു കയറ്റിയാലേ. എന്നിട്ട് യേശു ഒരു വാക്ക് പറഞ്ഞു. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവ് സ്നേഹിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളെ വാക്ക് കേട്ടാൽ സ്തോത്രം നിങ്ങൾക്ക് ഇന്ന് രാത്രിക്കാലം അടങ്ങിയിരിക്കാൻ പറ്റിയെന്ന് എൻ്റെ വിചാരം. കേട്ടോളണം, എന്നിട്ട് സ്തോത്രം പറഞ്ഞാൽ മതി. കേൾക്കണേ. യേശു പറഞ്ഞിടാ, നിന്റെ വീട്ടിൻ്റെ മുറ്റത്തൂടെ 4 കാലെ ചാടി നടക്കുന്ന, വാലും ചുരുട്ടി നടക്കുന്ന ആട് നിനക്ക് വല്ല വിശേഷമാണെങ്കിൽ അത് കുളത്തിൽ ചാടിയാൽ നീ സ്തോത്രം ഉടുതുണിയും പറിച്ചു വെച്ചിട്ട് അതിൽ ചാടി എടുക്കുമെങ്കിൽ, എൻ്റെ സദൃശ്യത്തിൽ, എൻ്റെ സ്വരൂപത്തിൽ ഞാൻ സൃഷ്ടിച്ച എൻ്റെ മനുഷ്യൻ ഇവിടെ വരണ്ടും ചുരുണ്ടും ഇരിക്കുന്നത് നിനക്ക് വലിയ കാര്യമല്ലായിരിക്കും. പക്ഷെ എനിക്കത് വലിയ കാര്യമാണ്. അതുകൊണ്ട് കർത്താവ് ശബത്ത് നോക്കിയില്ല, ആളെ നോക്കിയില്ല, വിമർശകരെ നോക്കിയില്ല. ഇന്ന് രാത്രി ഈ നാട്ടിൽ ആരൊക്കെ ഉണ്ട് ദൈവമക്കളെ? ആര് ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയൂ, നിന്നെ മാത്രം നോക്കി നിനക്ക് വേണ്ടി മറുപടി പറയുന്ന ഒരു കർത്താവിനെ ഈ വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാത്രിക്കാലം നിന്നോട് എഴുന്നേറ്റോളാൻ പറഞ്ഞാൽ നീ ചോദ്യങ്ങളെ പേടിക്കണ്ട, അതൊക്കെ യേശു എതിർത്തോളും. കർത്താവ് പറഞ്ഞു, സ്തോത്രം, നിന്റെ വീട്ടിൽ ഓടി നടക്കുന്ന ആടിനേക്കാൾ മനുഷ്യൻ വിശേഷതയുള്ളവനാണ്. ആകാശത്ത് പറന്ന് നടക്കുന്ന സ്തോത്രം പറവകളേക്കാൾ, പക്ഷിക്കച്ചവടക്കാരൻ കൂട്ടിനകത്ത് വിൽക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുരുകിരിനേക്കാൾ, സ്തോത്രം യഹൂദന്റെ നാട്ടിൽ വളർത്തിക്കൊണ്ടുവരുന്ന ആടിനേക്കാൾ ദൈവത്തിന് വിശേഷത ദൈവത്തിൻ്റെ മനുഷ്യനാണ്. പക്ഷേ മനുഷ്യൻ പാപനിമിത്തം അതിൻ്റെ വിശേഷത നശിപ്പിച്ചു. ഞാൻ എഴുതി കൊടുത്ത വാക്യങ്ങളൊക്കെ ഒത്തിരിയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയാമെന്നുള്ള ചിന്തയോടെ. പക്ഷേ വചനത്തിൻ്റെ പ്രകാശനവും സ്തോത്രം ചിന്തകളും അധികമായതുകൊണ്ട് അത്രയും വാക്യങ്ങൾ വായിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്നില്ല. മനുഷ്യന് സ്തോത്രം വിശേഷത നഷ്ടപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണ് എന്നൊക്കെ പറയാൻ വേദപുസ്തകത്തിനകത്ത് തെളിവുകളുണ്ടായിരുന്നു. പക്ഷെ അതിലേക്കെല്ലാം പോയാൽ ഇനിയും അധികം സമയം എടുക്കേണ്ടി വരും. 2 വാക്യം കൂടി മാത്രം വായിച്ച് ഇടയ്ക്കുള്ള വാക്യങ്ങളെല്ലാം
മനഃപൂർവ്വമായി മറച്ചു വെച്ച് ഞാൻ എൻ്റെ സന്ദേശം 5-8 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്തോത്രം. മനുഷ്യൻ വിശേഷതയില്ലാത്തവനായി മാറി. ഇത് മാനവൻ്റെ ആദാമ്യവർഗത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രശ്നം, ദൈവം അടങ്ങിയിരിക്കുന്നവനല്ല, ദൈവം എപ്പോഴും ഫങ്ഷനിലാണ്. സ്തോത്രം. എപ്പോഴും ഫങ്ഷനിലാണ്. അതുകൊണ്ട് ദൈവം വിശേഷത നഷ്ടപ്പെട്ട മനുഷ്യൻ നഷ്ടപ്പെടുത്തിയപ്പോൾ സ്തോത്രം പുരാതന കാലത്ത് ദൈവം ഒരു പദ്ധതി ചെയ്തു. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ്. പെട്ടെന്ന് വായിച്ചു. 3-ന്റെ 1 വായിച്ചു, മറ്റൊരു വാക്യോട് വായിച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. 3-ന്റെ 1 വായിച്ചാൽ. എന്നാൽ യഹൂദൻ എന്ത് വിശേഷത? പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെയുണ്ട്. കേട്ടോ സ്തോത്രം. 3-ന്റെ 1-ലാണ് ഇത് വന്നത്. നമ്മൾ വായിച്ച കുറിവാക്യം 3-ന്റെ 9-ലാണ്. 3-ന്റെ 9 ആഗോള വ്യാപകമായ ആദാമ്യവർഗം സകലമാന മനുഷ്യരുമാണ്. ആ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതീക്ഷ നശിപ്പിച്ചുകൊണ്ട് സാത്താൻ്റെ പക്ഷത്തിൽ നിന്ന് പാപം ചെയ്തു, ദൈവത്തെ വെറുപ്പിച്ചു, ദൈവപ്രസാദം നഷ്ടപ്പെടുത്തി. അവൻ അൺപ്രോഫിറ്റബിളായി മാറി. സ്തോത്രം. അങ്ങനെ വന്നപ്പോൾ ദൈവം ഒരു പദ്ധതി ചെയ്തു. അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവമായ കർത്താവ് തെരഞ്ഞെടുത്തു. ആ മനുഷ്യൻ്റെ ജന്മനാട് വിട്ടു, കാണിപ്പാരിക്ക് ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. അവന് വാഗ്ദത്തങ്ങൾ കൊടുത്തു, ഉടമ്പടി ചെയ്തു അവനുമായി. ദൈവത്തിനേറെ ഇഷ്ടപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യൻ്റെ സന്തതി പരമ്പരകളെ യഹൂദന്മാരെന്ന് വിളിക്കപ്പെട്ടു. 12 ഗോത്രങ്ങളായി അവരെ ദൈവമായ കർത്താവ് മാറ്റി. ലോകത്തിൽ ഒരു ജനതയ്ക്കുമില്ലാത്ത പ്രമാണങ്ങളും കൽപ്പനകളും അവർക്ക് കൊടുത്തു. സ്തോത്രം. അവരെ ദൈവമായ കർത്താവ് അതുപോലെ സ്നേഹിച്ചു. അവരിൽ നിന്ന് ഉത്ഭവിക്കാൻ പോകുന്ന അസാധാരണമായിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രവചന ധ്വനികൾ കൊടുത്തു. സ്തോത്രം. അങ്ങനെ കൊടുത്തു. ആ പശ്ചാത്തലത്തിൽ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കാണിത്. 3-ന്റെ 9 പറയുന്നു, ആകയാൽ എന്ത് മനുഷ്യന് വല്ല വിശേഷതയുണ്ടോ? അശേഷമില്ല എന്ന് പറഞ്ഞിട്ട് 3-ന്റെ 1 എന്നൊന്നും വിചാരിച്ചിരിക്കണ്ട. എൻ്റെ ഓർഡറിൽ ഞാൻ പറയുക. 3-ന്റെ 9 മനുഷ്യൻ തൻ്റെ വിശേഷത നശിപ്പിച്ചപ്പോൾ ദൈവം ലോകത്തിലൊരു കൂട്ടരെ തെരഞ്ഞെടുത്തു, യഹൂദൻ. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് ഇപ്പം വായിച്ചു കേൾപ്പിച്ചത്. എന്താ വായിച്ചു കേൾപ്പിച്ചത്? ആകയാൽ എന്ത് യഹൂദന് വല്ല വിശേഷതയുണ്ടോ? അശേഷമില്ലെന്നല്ല. പരിച്ഛേദന ഇന്ന് നമ്മൾ തൊടുന്നില്ല. അതങ്ങ് ബ്രാക്കറ്റിലിട്ട് ഹൈഡ് ചെയ്തേരെ. നമുക്ക് വിഷയം മാത്രം തൊട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ വാക്ക് ഇങ്ങനെ പറയണം, ആകയാൽ യഹൂദന് എന്തെങ്കിലും വിശേഷതയുണ്ടോ? സകല വിധത്തിലും വളരെ ഉണ്ട്. അപ്പൊ മനുഷ്യന് വിശേഷതയില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് സ്വർഗത്തിൽ ദൈവം ഒരു കൂട്ടരെ എഴുന്നേൽപ്പിച്ചു, യഹൂദൻ. അവനെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നു, അവന് വളരെ വിശേഷതയുണ്ട്. ഇനി യഹൂദൻ്റെ വിശേഷത എന്താണെന്ന് ഒക്കെ നമ്മുടെ ആവർത്തന പുസ്തകത്തിലൊക്കെ പോയി തപ്പണം. ഭയങ്കര വിശേഷതകളാണ്. അതൊന്നും ഞാൻ തൊടുന്നില്ല, അത് വിടുകയാണ്. നിർഭാഗ്യവശാൽ ഏറിയ വിശേഷതകൾ കൊടുത്ത് ലോകത്തിൻ്റെ മധ്യഭാഗത്ത്, മധ്യതരണിക്കടലിൻ്റെ തീരത്ത്, സ്തോത്രം, ദൈവം നോക്കിവെച്ച ഭൂപ്രകൃതി, പാലും തേനും ഒഴുകുന്ന ദേശം, പൊന്നു വിളയുന്ന മനോഹര ഭൂമി, ഇന്നും ലോകത്തിലെ ഏറ്റവും വിശിഷ്ടവും വിലയേറിയതുമായിരിക്കുന്ന ഫലവർഗ്ഗങ്ങളും പൂക്കളുമെല്ലാം കയറ്റി അയക്കപ്പെടുകയും ലോകരാജ്യങ്ങൾക്ക് ഏറ്റവും സമ്പന്ന പുളകിതമാക്കത്തക്ക നിലവാരത്തിൽ സ്തോത്രം അത്രയ്ക്ക് വിഭവ സമൃദ്ധമായ ആ മണ്ണ് അത് ദൈവം യഹൂദന് കൊടുത്തു. പക്ഷെ ഇതെല്ലാം കൈവശം വെച്ചവൻ ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് ലോകത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ യഹൂദൻ്റെ വിശേഷതയും നഷ്ടപ്പെടാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം യഹൂദനെ ചതറിച്ചു. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും വിശദീകരണം ചുരുക്കിക്കൊണ്ട് പറയാം, ചതറി ഓടി. അരിപ്പ് കൊണ്ട് അരിച്ചു ചേർക്കുന്നത് പോലെ അന്ത്യകാലത്ത് വീണ്ടും അരിച്ചു ചേർക്കാൻ തുടങ്ങി. യഹൂദൻ വിശേഷത നഷ്ടപ്പെട്ട് ജന്മനാട് വിട്ട് ലോകത്തിൻ്റെ നാനാ കോണിലേക്കും തെറിച്ചുപോയി. അപ്പോഴും നിങ്ങൾ ദൈവത്തെ കാണണം, സ്വർഗത്തിലെ ദൈവം അടങ്ങിയിരിക്കുന്നവനല്ല. വിശേഷത നഷ്ടപ്പെട്ടൊരു ലോകത്ത് സ്വന്തം തലപ്പത്തിരിക്കാൻ താല്പര്യം കാണിക്കുന്നവനല്ല ദൈവം. ദൈവം എന്ത് ചെയ്തു? അതിനേക്കാൾ വലിയൊരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതിയെക്കുറിച്ചൊരു സൂചനയുടെ വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. അത് കൊരിന്ത്യർ ലേഖനത്തിലാണ്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം കൂടി വായിക്കുമ്പോൾ ഒരല്പം വ്യാഖ്യാനവും വിശദീകരണം കൊണ്ട് ഞാൻ ആ ഭാഗം കൺക്ലൂഡ് ചെയ്യാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? ലഭിച്ചതല്ലാതെ അത്രയും മതി. സ്തോത്രം. ഇത് കൊരിന്ത്യ സഭയോട് പൗലോസ് ചോദിക്കുക, ഒരു വ്യക്തിയോടല്ല, അവിടുത്തെ സഭാ സെക്രട്ടറിയോടോ
അല്ലെങ്കിൽ സഭയുടെ ഒരു കുടുംബത്തോടല്ല, സഭയോട് ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? അതിനർത്ഥം സഭയോട് ചോദിക്കുന്നു, നിന്നെ വിശേഷിപ്പിക്കുന്നത്. വേറൊരു ട്രാൻസ്ലേഷൻ വായിച്ചാൽ നിന്റെ വിശേഷതയുടെ കാരണം എന്ത്? സ്തോത്രം. അടുത്ത വാചകം കൂട്ടി വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, നിന്റെ ജന്മം കൊണ്ട് കിട്ടിയതൊന്നും അല്ല, പിന്നെ നിനക്ക് ലഭിച്ചതാ. എവിടെ നിന്ന് ലഭിച്ചത്? അപ്പൻ വീതം വെച്ചതോ, അമ്മയുടെ വീട്ടിൽ നിന്നോ, ഭാര്യ വീട്ടിൽ നിന്നോ? ഒന്നുമല്ല. 40 കൊല്ലം ഏതോ രാജ്യത്ത് പോയി കിടന്ന് അധ്വാനിച്ചപ്പോൾ അവിടെ നിന്ന് പോരാൻ നേരത്ത് കിട്ടിയതോ? അതൊന്നും ഒരു വിശേഷതയില്ലാതെ തിന്നും കുടിച്ചും തീർത്തു. പിന്നെ എവിടെ നിന്നാണ്? സ്തോത്രം. ഈ സഭയോട് ഇത് ചോദിക്കുമ്പോൾ എന്താണ് ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്? സ്തോത്രം, ഹല്ലേലൂയ. വിശേഷതയോടെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് വിശേഷത നഷ്ടപ്പെടുത്തിയപ്പോൾ പ്രമാണം കൊടുത്ത് യഹൂദൻ എന്ന് പറയുന്ന ഒരു കൂട്ടത്തെ വിശേഷതയുള്ളവരാക്കി മാറ്റി. അവർ പ്രമാണം ലംഘിച്ചപ്പോൾ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് കാൽവരി ക്രൂശിൽ സ്തോത്ര പരമയാഗമായി തീർന്ന് കർത്താവ് ക്രൂശിൽ വെച്ച് ജീവനെ തന്ന് കർത്താവ് താൻ സമ്പാദിച്ച തന്റെ സ്തോത്ര അധികാരത്തിന്റെ കീഴിലുള്ള ആട്ടിൻകൂട്ടം, അതാണ് ദൈവത്തിന്റെ തിരുസഭ. ആ സഭയെ കുറിച്ച് എഴുതിയിരിക്കുന്നു, സഭയ്ക്ക് വിശേഷതയുണ്ട്. എങ്ങനെ വിശേഷത? സ്വർഗത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, അതവനെ വിശേഷിപ്പിക്കുന്നു. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, ഞാൻ കൺകൂടിയുമ്പോൾ ഇങ്ങനെ പറയാം, ഇന്ന് ലോകത്തിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിശേഷതയുള്ളത് കർത്താവിൻ്റെ ചോരയാൽ കഴുകൾ പ്രാപിച്ച ദൈവത്തിൻ്റെ തിരുസഭയാണ്. ആ ഭാഗം അതുപോലെ വിശദീകരിച്ച് ബോധിപ്പിക്കാനുള്ള സാവകാശം ഞാൻ എടുക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമല്ലോ. അനന്തവിദൂര ഭാവിയിൽ അധികം താമസിയാതെ കാഹളധ്വനിയോടെ കർത്താവ് മടങ്ങി വരും. ഈ നാട്ടിലെല്ലാവരും കാതു തുറന്ന് കേൾക്കണം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ. യാതൊരു വിശേഷതയില്ലാതെ ഇവിടെ കുടിച്ചും തിന്നും സ്തോത്രം തകർത്തും ജീവിച്ചിട്ട് എങ്ങനെയെങ്കിലും തീർന്ന് പെട്ടി കയറി പാട്ടും പാടിപ്പോയിട്ട് അവിടെ ചെന്നിട്ട് വിശേഷത ഉണ്ടാക്കി സ്തോത്രം മാറ്റാമെന്നൊരു പദ്ധതി ദൈവത്തിനില്ല. ഈ ഭൂമിയിൽ വെച്ച് ദൈവമായ കർത്താവ് ഇതുപോലത്തെ യോഗവും പ്രാർത്ഥനയും കൂട്ടായ്മയും ദൈവത്തിൻ്റെ കൃപയും കൃപാവരവും പരിശുദ്ധാത്മാവും ഇതെല്ലാം നൽകപ്പെട്ട് പാപമംഗലമായ ലോകത്ത് നിന്ന് സ്തോത്രം നല്ല ശമരിയാക്കാരൻ്റെ ചരിത്രം പറയുമ്പോൾ എഴുതിയിരിക്കുന്നത് പോലെ വഴിയമ്പലക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ വരുവോളം ഇവനെ രക്ഷ ചെയ്യണമെന്ന് പറഞ്ഞ് അതിന് വേണ്ട ചെലവും ചെയ്തിട്ട് പോയ ഒരുവനുണ്ട്, കർത്താവായ യേശു. ആ തിരുസഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മ നിയോഗത്തോടെ ജീവിക്കാൻ തുടങ്ങിയാൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ സകല വിശേഷതകളും മടങ്ങി വരാൻ തുടങ്ങും. നീ പ്രാർത്ഥിച്ചാൽ ഫലിക്കും, നീ വിളിച്ചാൽ ദൈവം കേൾക്കും, നിന്നെക്കുറിച്ച് ദൈവം കരുതലുള്ളവനാകും, നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിക്കും, നിനക്കായി ദൈവത്തിൻ്റെ കൃപകൾ ചൊരിയാനിടയാകും. അങ്ങനെ വിശേഷത മടങ്ങി വരും. അങ്ങനെ വിശേഷതയുള്ളവരെ ചേർക്കാൻ കർത്താവ് അധികം താമസിയാതെ മടങ്ങി വരും. കാഹളം ധ്വനിക്കുമ്പോൾ വിശേഷതയുള്ള ഒരു കൂട്ടർ ഇവിടുന്ന് പോകും. അത് ഇന്ന സഭാന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഈ പുസ്തകം പഠിപ്പിക്കുന്നത് പോലെ വിശേഷതകൾ നിറഞ്ഞ് പാപത്തിന് പരിഹാരം വരുത്തി പരിശുദ്ധ ദൈവത്തിൻ്റെ കൃപയാൽ വിശുദ്ധ ജീവിതം നയിച്ച് ദൈവകൃപയിൽ മുന്നോട്ട് പോകാൻ ആരൊരുങ്ങുന്നോ അവരെ ചേർക്കാൻ. ഒന്നോടെ കിടത്തി പറഞ്ഞാൽ വിശേഷതയുള്ളവരെ ചേർക്കാൻ യേശുക്രിസ്തു വേഗം വരുന്നു. എത്ര ദൈവമക്കൾക്ക് സന്തോഷമുണ്ട്. ആ കൂടെ പോണമെങ്കിൽ വിശേഷത നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുമ്പോൾ ഒരു വാക്ക് ഈ നാടിന് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കാം. കണ്ണുകളെ അടച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ എല്ലാ ദൈവമക്കളും കർത്തൃദാസന്മാരും ഇവിടെ വന്നില്ലെങ്കിലും ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഇവരിന്ന് കേട്ട ദൈവത്തിൻ്റെ മക്കൾ, 5 മക്കളെ പെറ്റു വളർത്തിയ ഒരമ്മ, സ്തോത്രം, ഞാൻ പാർക്കുന്ന പാഴ്സനേജിൽ വന്നു, തലമുടി നരച്ച് കവളൊട്ടി സാരിയൊക്കെ വാരി ഉടുത്തൊന്ന് വരുത്തി തീർത്ത് ഒരർത്ഥത്തിൽ വന്നിട്ട് നെടുമ്പാട് വീഴുന്ന പോലെ വീണിട്ട് ഒട്ടിയ വയറും കൊണ്ട് തേങ്ങി എൻ്റെ തോളയിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് പറഞ്ഞൊരു വാക്ക് കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് നടനവേദിയിലെ നാടകരംഗം പോലെ വെളിപ്പെട്ടു വരുന്നു. ആ അമ്മ പറഞ്ഞ 5 മക്കളെ നൊന്തു പറ്റൂ, ഒരു വിശേഷതയില്ലാതെ പോയി മോനെ. എൻ്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് മോനെ മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാതെയായി. സ്തോത്രം, ഞാൻ മരുന്നിനല്ല വന്നത്, പ്രാർത്ഥിച്ചാൽ ഒരെണ്ണമെങ്കിലും വിശേഷതയുള്ളതായി മാറാൻ പറ്റുമെങ്കിൽ
ഇങ്ങനെ കരയുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന അപ്പനോ അമ്മയൊക്കെ മക്കളുടെ കൂടെ സന്തോഷത്തോടെ നിങ്ങളുടെ തുണി തിരുമ്മി തന്നും നിങ്ങൾക്ക് ചൂട് വെച്ച് തന്നൊക്കെ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നെങ്കിൽ അറിഞ്ഞുകൊണ്ട് 100 സ്തോത്രം പറഞ്ഞേക്കണം. കാരണം അതിൻ്റെ മറുവശം ഞാൻ ഈ പറയുന്നതൊക്കെയാണ്. സ്തോത്രം. പറമ്പ് പണയപ്പെടുത്തി ഇവിടുത്തെ കഷ്ടപ്പാടിൻ്റെ നെല്ലിപ്പലക കണ്ട് ലഭിച്ച പണം മുഴുവൻ ചിട്ടി കൂടിയും പിടിച്ചു വെച്ചും കട്ട പലിശക്കെടുത്തും മോനെ അല്ലെങ്കിൽ മോളെ നന്മയുടെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് അയക്കാൻ ഇവിടെ നിന്ന് 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കി തീവണ്ടിയുടെ ലോ ക്ലാസ് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. ലോകത്തിൻ്റെ മഹാനഗരത്തിൽ കൊണ്ടുപോയി അഡ്മിഷൻ എടുത്തു കൊടുത്ത് നെറ്റിയിൽ മാറി മാറി ഉമ്മ വെച്ച് പൊട്ടിത്തകർന്ന ആ മുഖത്തേക്ക് ഒന്നോടെ നോക്കാൻ പറ്റാതെ കരഞ്ഞുകൊണ്ട് പടിയിറങ്ങിപ്പോന്ന അപ്പൻ 2 മാസം 4 മാസം 6 മാസം കഴിയുമ്പോൾ സ്തോത്രം പഠിക്കാൻ വിട്ട കുഞ്ഞ് പഠിക്കാനല്ല പോയത്, മറ്റു ചില കാര്യങ്ങൾ ഇടപെടുന്നു എന്നറിഞ്ഞ് വിശേഷത നഷ്ടപ്പെടുത്തി സർട്ടിഫിക്കറ്റും കളഞ്ഞ് മുടിയും വെട്ടാതെ പ്രാകൃതനായി വീട്ടിൽ വന്നിരുന്നാൽ അങ്ങനെ നൊമ്പരപ്പെടുന്ന അപ്പന്മാരുള്ള ലോകത്താണ് ഞാനീ പറയുന്നത്. ഇന്ന് രാത്രി ആർക്കും അതൊന്നും സംഭവിക്കാനല്ല. വിശേഷത നഷ്ടപ്പെടുത്തുന്ന പൈശാചിക ശക്തികൾ സ്തോത്രം ഈയല് പറക്കുന്നത് പോലെ പരുന്ത് ചുറ്റി പറക്കുന്നത് പോലെ സ്തോത്രം നിന്റെ വിശേഷത നശിപ്പിച്ച് നിന്നെ നരകത്തിൽ തള്ളാൻ അന്ധകാര വ്യാപാരങ്ങൾ അടരാടി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ ചോരയിൽ മറയണം. വിശേഷത നഷ്ടപ്പെടാതെ മരിക്കണം. അക്കരെ നാട്ടിൽ പോണം. ഞാൻ മാത്രമല്ല, എന്റെ കാലം കഴിഞ്ഞാൽ എന്റെ തലമുറയും അങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാ സ്വർഗത്തിലേക്ക് ഇരിക്കുന്ന സ്ഥലത്ത് കൈയൊന്ന് ഉയർത്തിപ്പിടിക്കുക. അവർക്കായി പ്രാർത്ഥിക്കാം. കരമുയർത്തിപ്പിടിക്കുക. വീടുകളിലാണെങ്കിലും കരമുയർത്തിപ്പിടിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്തോത്രം. ഹല്ലേലൂയ. അപമാനങ്ങൾ വരുത്തി നാണക്കേട് വരുത്തി ദാവീദിനെ പോലെ തലയിൽ തുണിയിട്ട് നാട്ടിൽ നടക്കേണ്ട സ്ഥിതിയിലേക്ക് വരുത്തി തീർക്കാൻ ദുഷ്ടപ്പോരുകൾ അടരാടി നിൽക്കുമ്പോൾ ഈ സുവിശേഷ യോഗത്തിൽ ഇത് പറഞ്ഞാൽ മതി എന്ന് എന്നോട് പറഞ്ഞ ദൈവമേ, ഞാൻ ഈ നാട്ടിൽ വന്ന് എൻ്റെ കഴിവിൻ്റെ പരമാവധി വിശേഷത മടക്കി തരുന്ന മനുഷ്യന്റെ വിശേഷത മടക്കി തരാൻ ഉലകത്തിൽ വന്ന മശിഹാ തമ്പുരാനെ, അങ്ങയുടെ പ്രവൃത്തിയെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തിക്കൊണ്ട് ഈ നാടിനും കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ പ്രാദേശിക സഭയ്ക്കായി സ്തോത്രം. വിശേഷതയുള്ളവരെ കൊണ്ട് ഈ സഭ നിറയട്ടെ കർത്താവേ. ജനത്തിന് മനസ്സിലാകട്ടെ സ്തോത്രം. പല കാര്യങ്ങൾ കൂടെ കൂടെ ചെയ്തിട്ടും ആണ്ടോട് കൂടുമ്പോൾ ചെയ്തിട്ടും യാതൊരു വിശേഷത ഇല്ലെന്ന് തെളിഞ്ഞ് ക്രൂശിതനായ യേശുവിനെ മുറുകെ പിടിച്ചാൽ വിശേഷത ഉണ്ടാകുമെന്ന് തെളിയാനുള്ള പരിജ്ഞാനം ഇന്ന് രാത്രി നാട്ടിൽ വരേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് ഈ സഭയെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഈ നാടിനെ, ഇവിടുത്തെ വീടിനെ, ഇവിടെ ഉള്ളവരൊക്കെ അനുഗ്രഹിച്ചേക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ.